ഹലോ മക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ IT മോഡൽ എക്സാമിന് വന്ന എല്ലാ തിയറി ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 100ന്റെ മേലെ 140 തിയറി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയംകാർക്കുണ്ട്, മലയാളം മീഡിയംകാർക്കുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്താണെങ്കിലും കാണണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ചോദിക്കുകയുള്ളൂ. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഒന്നും നോക്കണ്ട, ഷെയർ ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും എല്ലാം കറക്റ്റ് മോഡലായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. മൊത്തം ഞാൻ പഠിപ്പിച്ചു തരും. ആൻഡ് നിങ്ങൾ ഇത് കണ്ടുതരികയാണ്. ഇത് കാണാതെ എക്സാം എഴുതാൻ പോയ തിയറിയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഫുൾ പവറോടെ ഇരിക്കുക. എല്ലാ ദിവസവും വീഡിയോ വരുന്നതായിരിക്കും IT-ൻ്റെ. പിന്നെ മക്കളെ, SLC-ൻ്റെ എക്സാമിനറിൻ്റെ ഈ ചാനൽ എല്ലാ സബ്ജക്റ്റ് വരും. IT കഴിഞ്ഞിട്ട് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഇംഗ്ലീഷ് ഹിന്ദി എല്ലാത്തിനും വരും. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം എല്ലാത്തിനും നിങ്ങൾക്ക് ഫുൾ A+ ഫുൾ മാർക്ക് എല്ലാ മീഡിയംകാർക്കും കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ ചാനലിൽ കിട്ടും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതേപോലെ IT-ൻ്റെ നിങ്ങളുടെ പ്ലേലിസ്റ്റ് എല്ലാവരും നോക്കണം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ എക്സാമിനർ SLC ചാനൽ എടുത്ത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതാ വീഡിയോസിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് IT-ൻ്റെയും മാത്സിൻ്റെയും എല്ലാത്തിൻ്റെയും ക്ലാസ് നടക്കാറുണ്ട്. നിങ്ങൾക്കിതെല്ലാം IT ഒരുമിച്ച് വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ പോകാം. ഓക്കെ, പ്ലേലിസ്റ്റിൽ പോയാൽ IT തിയറി എന്ന് കാണുന്നതല്ല, നിങ്ങൾ ഫോണിൽ കുറച്ചും ക്ലിയർ ആയിട്ട് കാണുമായിരിക്കും. ഇയാൾ നിൽക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് IT-ൻ്റെ എല്ലാ വീഡിയോസും കിട്ടും. ഇത്രയും കാലം വന്നിരിക്കുന്ന IT-ൻ്റെ എല്ലാ വീഡിയോസും വരും. കൂടുതൽ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇൻസ്കേപ്പിൻ്റെ ഒക്കെ എല്ലാം മോഡലിൽ വന്ന ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും തരുന്നുണ്ട്. തീർച്ചയായിട്ടും കാണണം. അതും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിന് ലിങ്ക് ഇതാ ഇവിടെ നോക്കിയിട്ട് കോപ്പി വെക്കുക. അതൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഫസ്റ്റ് കാര്യം. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും മലയാളം ക്വസ്റ്റ്യൻസും കുറേയൊക്കെ സെപ്പറേറ്റും ആണ്, ഡിഫറൻറ്റും ആണ്. ഞാൻ സെപ്പറേറ്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴെ ചാപ്റ്റേഴ്സിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആദ്യം ഞാൻ ചെയ്യും. മലയാളം ക്വസ്റ്റ്യൻസ് മാത്രം വേണ്ടവർ പിന്നീട് കണ്ടാൽ മതി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം ഉണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ഡിഫറൻറ്റ് ഉണ്ട്. അപ്പം മലയാളം മീഡിയംകാരും ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് കാണാം. കാരണം മനസ്സിലാവും, ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇംഗ്ലീഷുകാരും മലയാളം ക്വസ്റ്റ്യൻസും കാണാം. കാരണം നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടും. അത് പഠിച്ചു പോയി ഇതിൻ്റെ പുറമേൽ നിന്നൊന്നും ചോദിക്കില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് നിങ്ങളുടെ കറക്റ്റ് ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. ഞാൻ പറ്റുന്നത്രയും പെട്ടെന്ന് എല്ലാം ഡിസ്കസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് പറ്റുന്നത്ര എക്സ്പ്ലനേഷനും തരാം. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. മലയാളംകാർ ടൈം സ്റ്റാമ്പ് താഴെ നോക്കുക, മലയാളത്തിലേക്ക് ജമ്പ് ചെയ്യുക. പക്ഷേ എൻ്റെ അഡ്വൈസ്, എൻ്റെ ഒരു ഉപദേശം ഒന്നുമില്ല, നിങ്ങൾ ഈ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും കൂടി കാണുക. കാരണം എക്സ്ട്രാ ക്വസ്റ്റ്യൻ കിട്ടിയാലോ, കാരണം ഇതേപോലെ തന്നെയാണ് മലയാളത്തിൽ വരിക. ആകെ ടേംസിലും പറയുന്ന രീതിയിൽ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പെട്ടെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ഇത് തന്നെ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ചോദിക്കുള്ളൂ. Okay, which of the following is a style that includes the specifications of a heading in LibreOffice? അപ്പോൾ ഹെഡിങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് സ്റ്റൈലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? അപ്പോൾ സ്റ്റൈൽ 1 ആണോ? അത് വലിയ സ്റ്റൈലൊന്നുമില്ല. ഇൻഡെക്സ് 1 അല്ലല്ലോ, ഉറപ്പില്ല. ലിസ്റ്റ് 1 അല്ല. എന്താണ് ഹെഡിങ് 1? ഹെഡിങ്ങിലെ സ്റ്റൈൽ കിട്ടണേ ഹെഡിങ് 1. സബ് ഹെഡിങ് ആണെങ്കിൽ അതിൻ്റെ വേറെ സ്റ്റൈലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അത് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് 1, നിഷ ഒരു പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്ലാബ്ലി ബ്ലൂ. നമ്മുടെ ഇത് പഠിക്കാനുണ്ട്, ടേബിൾ ഓഫ് കണ്ടൻസും ഇൻഡെക്സും പഠിക്കാനുണ്ട്. അത് എല്ലാവരും പഠിച്ചിരിക്കണം. സിമ്പിളാണ് LibreOffice റൈറ്ററിൽ. ഇനി ഈ പേജ് കണ്ടെയ്നിങ് ദ ഹെഡിങ്, കൺക്ലൂഷൻ എന്നുള്ള ഹെഡിങ് ഞെക്കിയാൽ ആ കൺക്ലൂഷൻ പേജിലേക്ക് ചാടും അല്ലേ? അപ്പോൾ അവസാനത്തെ പേജിലേക്ക് ഒറ്റയടിക്ക് ചാടുന്ന എന്ത് ചെയ്യണം? സ്ക്രോൾ ചെയ്യാണ്ട് ഈ കൺക്ലൂഷൻ എങ്ങനെ ഞെക്കണം? റൈറ്റ് ക്ലിക്ക് അല്ല, ലെഫ്റ്റ് ക്ലിക്ക് അല്ല, എന്താണ്? കൺട്രോൾ CTRL എന്നുള്ള കീയും പിന്നെ ഈ ഹെഡിങ് കൂടി ക്ലിക്ക് ചെയ്താൽ മതി അല്ലേ? കൺട്രോൾ ഞെക്കിയിട്ട് ടക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ പേജിലേക്ക് ചാടും. ഓർത്ത് വെച്ചു, ഇത് ഞാൻ വേറൊരു ക്വസ്റ്റനിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് 1, ദ ഇമേജ് ഷോൺ ഇൻ ദ കണക്ഷൻ ബ്ലൂ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ NM കൊടുത്താണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ഫില്ല് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നത്. ഓക്കെ, തന്നിരിക്കുന്നത് ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. ഒരു H.2 വൈഫൈ ആണ്. അത് സാധാരണ H.2 വൈഫൈ ഒരു പുതിയ ടെക്നോളജിയാണ്. ബ്ലൂ IPv4 ആണ്. IPv4 എത്ര ബിറ്റ് ഉണ്ടാവുന്ന ചാറ്റിൽ പറയാം. ആൻഡ് ഏതൊക്കെ നമ്പർ മുതൽ, അപ്പോൾ ഞാൻ പറയാം 0.0.0. ഇത് മുതൽ എത്ര വരെ മാക്സിമം പറ്റും ആ നമ്പർ പറഞ്ഞാൽ എത്രയാ? 255.225 ആണ്. എന്താണ് ചാറ്റിൽ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓക്കെ, 192.168 ഇത് പറ്റൂല. ഞാൻ കാരണം പറഞ്ഞാൽ, കാരണം 275 പറ്റില്ല, 255 വരെ മാക്സിമം പറ്റുള്ളൂ. 292 പറ്റൂല. 192.168.11.225 പറ്റും. ഇത് 192.268 പറ്റും. 268 പറ്റൂല, ഇത് പറ്റൂല. 255 വരെ പറ്റുള്ളൂ. അത് നിങ്ങൾ പഠിച്ചു വെക്കണം, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന്. ഓക്കെ, IPv4 വേർഷൻ 4. ഓക്കെ, ഇത് നോക്കിയേ, ഗിവൺ ഹിയർ ഇസ് എൻ ഇമേജ് ഓഫ് എ വിൻഡോ റിലേറ്റഡ് ടു പ്രിന്റർ കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ബേസിക് സെർവർ സെറ്റിംഗ്സ് ഉണ്ട്. പബ്ലിഷ് ഷെയർഡ് പ്രിന്റേഴ്സ് കണക്റ്റഡ് ടു ദിസ് നെറ്റ്വർക്ക്. അപ്പം പ്രിൻ്ററിന് എന്തോ ഷെയർ ചെയ്യാനോ അങ്ങനെ എന്തോ പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റാളിങ് പ്രിൻ്റർ ഓൺ ദിസ് കമ്പ്യൂട്ടർ അല്ല, ഇത് നെറ്റ്വർക്കിംഗ് ആയിട്ട്. അപ്പോൾ ഇതല്ല. പിന്നെ എന്താ അൺഇൻസ്റ്റാളിങ്, അതും പറയുന്നില്ല. ഫയൽ ഓൺ ദ നെറ്റ്വർക്ക്, ഫയലിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. എന്താണ്? എനേബിളിംഗ് പ്രിൻ്റർ ഫ്രം അതർ കമ്പ്യൂട്ടേഴ്സ് ടു ദിസ് നെറ്റ്വർക്ക്. അപ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ അപ്പുറത്തുള്ളവർക്കൊക്കെ പ്രിൻ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അതാണ് പറയുന്നത്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വെക്ടർ ഇമേജ് ഫോർമാറ്റ്? സി വെക്ടർ എന്ന് പറയുമ്പോൾ എത്ര വലുതാക്കിയാലും എന്താണ് ക്ലാരിറ്റി പോവാത്ത ഇമേജ്, അതിനാ വെക്ടർ എന്ന് പറയാം. മറ്റേത് എന്തായിരുന്നു? റാസ്റ്റർ. റാസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോണിൽ ഫോട്ടോ എടുത്ത് നന്നായിട്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ നല്ല ബോറായിരിക്കും അല്ലേ? നിങ്ങളെ സാംസങ് ഗാലക്സി അൾട്രാ 23 അങ്ങനെയൊന്നല്ല. അപ്പോൾ നിങ്ങൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. അതിനെ റാസ്റ്റർ എന്ന് വിളിക്കും. അത് പിക്സൽ കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ വെക്ടറിൽ നമുക്ക് എന്താണ് JPG അല്ല, XCF അല്ല, PNG അല്ല, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ റാസ്റ്റർ ആണ്. SVG എന്ന് പറയുമ്പോൾ സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഹൗ മെനി പിക്സൽസ് വിൽ ബി ദർ ഇൻ ഇമേജ് ഓഫ് 150 × 100? സി 150 X ഡയറക്ഷൻ, അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ 150 ഉണ്ടാവും, ആൻഡ് മുകളിലേക്ക് 100 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര ഉണ്ടാവും? ഗുണിക്കുക, മൾട്ടിപ്ലിക്കേഷൻ എന്താ? മാത്സ് ടീച്ചർ തന്നെ പഠിപ്പിച്ചാൽ 150, ഇനി എത്ര 2 0 കൂടി ഇട്ട് കൊടുക്കുക, 2 0, അപ്പോൾ എത്രയാ? 15000 പിക്സൽ ഉണ്ടാവും. 15000 പിക്സൽ ഉണ്ടാവും. മൾട്ടിപ്ലൈ ചെയ്യുക. സി ഇവിടെ തന്നെ എന്താണ് ഗുണിക്കാൻ പറയുന്നത്? മൾട്ടിപ്ലൈ ചെയ്യും മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് യൂസ് ടു റിപ്പീറ്റ് എന്താണ് റിപ്പീറ്റ് ചെയ്യണം? പൈത്തണിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സ്ക്വയറിന് ആദ്യം നേരെ പോവാ, ലെഫ്റ്റ് പോവാ, നേരെ പോവാ, ലെഫ്റ്റ് പോവാ, നേരെ പോവാ, ലെഫ്റ്റ് പോവാ എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്താണ് അതിന് ഉപയോഗിക്കുക? ഫോർ ഐ ഇൻ റേഞ്ച്. അതിനെന്താ വിളിക്കുക? ആ സംഭവത്തിന് എന്താ വിളിക്കുക? ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് പറയരുത്. ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. ഫോർ ഐ ഇൻ റേഞ്ച് ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ലൂപ്പുകളാണ് നമ്മൾ നടക്കുന്നത്. ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് താലി കെട്ടുമ്പോൾ നമ്മൾ ലൂപ്പ് ഉണ്ടാക്കൂലേ, കെട്ടിയില്ലേ, ഇൻഫിനിറ്റ് ലൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് തന്നെ ലൂപ്പാ. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് കാര്യം, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ആ പൈത്തൺ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ ഒരു പ്രോഗ്രാംസ് ടു ഡ്രോ സ്ക്വയർസ് ഇൻ ബ്ലൂ കളറിലെ സ്ക്വയറും ആൻഡ് ഫിൽ ഇറ്റ് വിത്ത് യെല്ലോ, ഉള്ളിൽ കളർ ചെയ്യല്ലോ, അതാണല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇസ് ഔട്ട്പുട്ട് ഇസ് ഗിവൺ വിച്ച് ഷുഡ് ബി ചേഞ്ച്. അപ്പോൾ എന്തോ ചേഞ്ച് ചെയ്യണം, സ്ക്വയർ തന്നെ വരയ്ക്കണം, പക്ഷേ യെല്ലോ കൊടുത്തിട്ട് ബ്ലൂ ഫില്ല് ചെയ്യണം. അപ്പം ഇപ്പോൾ യെല്ലോ ആണ് ഫില്ല്, ഉള്ളിലുള്ള കളറിനെ ഫില്ല് എന്ന് പറയും, പുറത്തുള്ള കളർ നമുക്ക് ബോർഡർ എന്താണ് അതിൻ്റെ സ്ട്രോക്ക് അല്ലെങ്കിൽ ഔട്ട്ലൈൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓർഡർ നോക്കിയേ. ഇപ്പം ഇവിടെ നോക്കുക, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെ വരും. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കുക, ഈ ബ്ലൂ എന്ന് പറയുന്നത് ഇപ്പം എന്താണ്? ഈ കോഡിൽ നമുക്കറിയാം ഔട്ട്ലൈൻ അല്ലെ, ഔട്ട്ലൈൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ബോർഡർ എന്ന് പറയാം അല്ലേ. ഇനി യെല്ലോ എന്ന് പറയുമ്പോൾ എന്താണ്? ഫില്ല്. അപ്പോൾ രണ്ടാമത്തെ കളറാണ് ഫില്ല് വരുന്നത്, ഉള്ളിൽ വരുന്നത്. അപ്പം ഇത് മാറ്റിയിട്ട് ഇവരെന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഫില്ല് യെല്ലോ വെച്ചിട്ട് ബോർഡറും ആൻഡ് ഫിൽ ഇറ്റ് വിത്ത് ബ്ലൂ. അപ്പോൾ നമ്മൾ എന്താ ഓർഡർ മാറ്റിയാൽ മതി അല്ലേ. അപ്പോൾ ഏത് ലൈനാണ് മാറ്റേണ്ടത്? വേറെ ഒന്നിനും കളറിനെ പറ്റി പറയുന്നില്ല. ഏത് ലൈനാണ് മാറ്റേണ്ടതെന്ന് ചോദിച്ചത്. എങ്ങനെ മാറ്റണമെന്നും കൂടി ചോദിച്ചില്ല, ഏത് ലൈനെ നിങ്ങൾ മാറ്റേണ്ട ആവശ്യമുള്ളൂ എന്ന് ചോദിക്കുന്നത്. അതെന്താണ്? കളർ എന്നുള്ളത്. അത്രേ ഉള്ളൂ. ബിഗിൻ ഫില്ലൊന്നും ഇല്ല. ബിഗിൻ ഫിൽ എന്ന് പറയുമ്പോൾ ഫില്ല് ചെയ്യാൻ തുടങ്ങിക്കോളാനാ. അവിടെ കളറിനെ പറ്റി പറയുന്നില്ല. കളറിനെ പറ്റി ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്, അവിടെ കഴിഞ്ഞു. ആ ലൈനാണ് മാറ്റേണ്ടത്. ഓക്കെ, അപ്പോൾ ഓർഡർ മറക്കണം. ഔട്ട്ലൈൻ ആദ്യം, പിന്നെ ഉള്ളിലാണ് ഫില്ല്. രണ്ടാമത്തെ ആളാണ് ഫില്ല്, മറക്കില്ലല്ലോ. ഇനി അടുത്തത്, ഹൂ പ്രപ്പോസ് ദി ഐഡിയ ഓഫ് കാസ്കേഡിംഗ് സ്റ്റൈൽസ് ടു അവോയ്ഡ് CSS എന്ന് പറയുന്നത്? കാസ്കേഡിംഗ് സ്റ്റൈൽസ് ആണ് വീണ്ടും വീണ്ടും ഒരേ സാധനം റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് CSS ഫയൽ ഉണ്ടാക്കാം. അത് ആരാണ് പറഞ്ഞത്? ഹാക്കോം വിയും ലീ ആൻഡ് ബെർട്ട് ബോസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായിരിക്കില്ല, പക്ഷേ ഇതാണ് പേര്, ഇത് പഠിച്ചോക്കണം. ഓക്കെ, ഹാക്കോം വിയും ലീ. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഹൗ ടു വ്യൂ HTML കോഡ് ഓഫ് എ വെബ് പേജ്. നിങ്ങൾ ഏത് വെബ് പേജിലേക്ക് പോയി, നിങ്ങൾ ഈ യൂട്യൂബിൻ്റെ വെബ് പേജ് പോയി, നിങ്ങൾ കമ്പ്യൂട്ടറാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പേജ് സോഴ്സ് അല്ലെ ഓപ്പൺ കോഡ് പേജ് സോഴ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വ്യൂ പേജ് സോഴ്സ് നിൽക്കുക. ഇനി അതും കിട്ടിയാൽ നിങ്ങൾ ഗൂഗിൾ ക്രോം മേലെ വ്യൂവിലുണ്ടാവും, വ്യൂവിൽ പോയിട്ട് പേജ് സോഴ്സ് ഒക്കെ ഇൻസ്പെക്ട് ആക്കിയിട്ട് കിട്ടും. കഴിഞ്ഞു പരിപാടി. നെക്സ്റ്റ്, ഇത്രേ ഉള്ളൂ. ഓക്കെ, വാട്ട് ഇസ് ദ നെയിം ഗിവൺ ടു ഈച്ച് ഇമേജ് ഇൻ സിൻഫിക് സ്റ്റുഡിയോ? എന്താണ്? ഒബ്ജക്റ്റ് ആണ് ഓരോ ഇമേജിൻ്റെ ഫോട്ടോന് നമ്മൾ കൊടുക്കുന്നത് സിൻഫിക് സ്റ്റുഡിയോയിൽ. ഓക്കെ, the default settings in Synfig Studio to create a video that lasts for 5 seconds at the rate of. അപ്പോൾ Synfig Studio നിങ്ങൾക്ക് അറിയാം എന്താണ്, നമ്മൾ ആനിമേഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തവർ കാണാം കേട്ടോ, കാണാത്തവർ ചെയ്യാം. എന്താണ് കാണുക? 120 ഫ്രെയിംസ് ആണ് കിട്ടുക. 120 ഫ്രെയിമുകൾ, 120 ഫോട്ടോ കടകടാന്ന് പോകും. ഓക്കെ, ഇനി 5 സെക്കൻഡ് ആണ് ഇവർ പറയുന്നത്. എൻ്റെ കളർ ഓപ്ഷൻസ് എനിക്ക് രസമല്ലല്ലോ. 5 സെക്കൻഡ് ആണെങ്കിൽ ഓക്കെ, 5 ഇത് നോക്കിയേ, 5 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന 5 സെക്കൻഡ് വീഡിയോ നമുക്ക് 120 ഫ്രെയിം എത്രയാണെങ്കിലും പറ്റുള്ളൂ. അത് 5 സെക്കൻഡ് ആക്കുകയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്ര ഫ്രെയിം ഉണ്ടാവും? മാത്തമാറ്റിക്സ് മക്കളെ. അപ്പം 5 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 120 ഫ്രെയിം ആണെങ്കിൽ 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ ലെഫ്റ്റ് സൈഡ് 2 സൈഡിലും 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോലെ. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാം, ഇവിടെയും 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. മാത്തമാറ്റിക്സ്. 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 120 ഡിവൈഡ് ബൈ 4 24 സെക്കൻഡ്സ് കേട്ടോ. 24 സെക്കൻഡ്സാണ്. അപ്പോൾ 24 ഫ്രെയിമുകളാണ് 1 സെക്കൻഡിൽ വരെ. മനസ്സിലായല്ലോ? മാത്തമാറ്റിക്സ് ഇസ് എവറിവെയർ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഇസ് ദ നെയിം ഓഫ് ഡിവൈസ് ദാറ്റ് ചാൾസ് ബാബേജ്? ഞാൻ വീണ്ടും പറയാണ്, ചാൾസ് ഗാർബേജ് അല്ല, ചാൾസ് ക്യാബേജ് അല്ല, ചാൾസ് ബാബേജ്, ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കിയത് അനലിറ്റിക്കൽ എഞ്ചിനാണ് കേട്ടോ. അനലിറ്റിക്കൽ എഞ്ചിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം എന്താണ്? ഫസ്റ്റ് കമ്പ്യൂട്ടർ ആണെന്ന് അറിയാനുള്ള കാരണം എന്താണ്? മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ സെയിം കോൺസെപ്റ്റ്സ് ഒക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാര്യം മറക്കരുത്. ഓക്കെ,
Many operating systems we see today, that Mac OS and FreeBSD are either developed from an operating system or recreated based on blah. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മാക് ഓഎസും ലാപ്ടോപ്പും കുറേ സാധനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ ആൻഡ്രോയിഡൊക്കെ ആയിക്കോട്ടെ അതൊക്കെ യുണിക്സ് ബേസ്ഡ് കേട്ടോ. അപ്പോൾ യുണിക്സ് ആണ് വരുന്നത്. അപ്പം അതാണ് ആ ചോദ്യം. നെക്സ്റ്റ് നോക്കിയേ, വൈൽ ഇൻസേർട്ടിങ് എ ടേബിൾ ഓഫ് കണ്ടൻസ്. നമ്മുടെ ലിബ്രെ ഓഫീസിൽ ടേബിൾ ഓഫ് കണ്ടന്റും ഇൻഡെക്സ് ഒക്കെ ഉണ്ടാക്കില്ല. അപ്പോൾ എന്താണ് ചോദിക്കുന്നത്, ഓൾ ഹെഡിങ് സബ് ഹെഡിങ്സ് ആർ അറേഞ്ച് ഇൻ ദ പേജ് നമ്പർ വിത്തൗട്ട് ടൈപ്പിംഗ് സെപ്പറേറ്റ്ലി വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഇൻ ടെക്സ്റ്റ് ഇസ് ഐഡന്റിഫൈഡ് ടു ദ കമ്പ്യൂട്ടർ ഇൻക്ലൂഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ചാടി കയറിയിട്ട് ഇൻസൈഡിൽ പോയിട്ട് ഇൻഡെക്സും ടെക്സ്റ്റും എന്താണ് ഹെഡിങ്ങും ടേബിൾ ഓഫ് കണ്ടൻസ് ചെയ്താൽ വരൂല. അത് അത് വരൂല. അത് കിട്ടണേ എന്ത് ചെയ്യണം, അത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഹെഡിങ് സ്റ്റൈലായിരിക്കണം, സബ് ഹെഡിങ് സ്റ്റൈലായിരിക്കണം. എന്നാലേ കമ്പ്യൂട്ടർ മനസ്സിലാവുള്ളൂ ഇത് ഹെഡിങ് ആണ്, ഈ പേജിൽ കൺക്ലൂഷൻ ആണെന്ന് മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് സ്റ്റൈൽ ഓഫ് ഹെഡിങ് ആൻഡ് സബ് ഹെഡിങ്സ് ആണ് മാറ്റർ ചെയ്യുന്നത്. നിങ്ങൾ അവിടെ പോയിട്ട് ഫയൽ സൈസ് വലുതൊക്കെ കുഴപ്പമില്ല, സബ് ഹെഡിങ്ങിൻ്റെ സ്റ്റൈൽ സെലക്ട് ചെയ്താൽ കമ്പ്യൂട്ടർ മനസ്സിലായി ഇത് ഈ ടോപ്പിക്കാണ്, പുതിയ ഹെഡിങ് ആണെന്ന് മനസ്സിലാവും. നെക്സ്റ്റ്, for which one of the following activity the window shown in the picture is given. അപ്പോൾ ഏതോ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ എന്ത് പരിപാടി ചെയ്യുമ്പോൾ പ്രിന്റ് കൊടുക്കുമ്പോഴാണോ, നോക്കി പുതിയ സ്റ്റൈൽ ഉണ്ടാക്കാനാണോ, അല്ല പുതിയ ടേബിൾ ഓഫ് കണ്ടൻസ് ആണോ, അത് ഇൻസേർട്ടിൽ അല്ലേ, ഇത് ഫീൽഡിൽ ഡേറ്റാബേസിൽ എക്സിസ്റ്റിംഗ് സ്റ്റൈൽ എഡിറ്റ് ചെയ്യണം, അല്ല മെയിൽ മെർജിന് നിങ്ങളുടെ സ്റ്റൈൽ ഷീറ്റിൽ നിന്ന് എക്സൽ പോലെ സാധനത്തിന് നമുക്ക് ഇവിടേക്ക് കൊണ്ട് എല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൽ മെർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്ത് ഡേറ്റ ഒക്കെ കളക്ട് ചെയ്യാം. നെക്സ്റ്റ്, which of the following features will web page have when they cascading cell. അപ്പോൾ ഈ കാസ്കേഡിംഗ് സെൽ ഉപയോഗിക്കുമ്പോൾ എന്താണ് നിങ്ങൾ നോക്കുക. ഓക്കെ, ബോഡീൻ്റെ ഉള്ളിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ, അപ്പോൾ മൊത്തം വെബ്സൈറ്റ് ബ്ലൂ ആണ് ബാക്ക്ഗ്രൗണ്ട് വരിക. H1 എന്ന് പറഞ്ഞാൽ H1 ഹെഡിങ് 1 നോക്കിയാൽ H1 എന്താണ് ബാക്ക്ഗ്രൗണ്ട് റെഡ് ആയിരിക്കും, കളർ വൈറ്റ് ആയിരിക്കും, വൈറ്റ് ടെക്സ്റ്റും ഇതായിരിക്കും ഹെഡിങ് 1ൻ്റെ CSS. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കളർ വിൽ ബി ബ്ലൂ ആൻഡ് പാരഗ്രാഫ്സ് വിൽ ബി വൈറ്റ്. പാരഗ്രാഫിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല, നമുക്കറിയില്ല. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കളർ വിൽ ബി വൈറ്റ്, അത് തെറ്റാണ്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കളർ പേജ് വിൽ ബി വൈറ്റ് ആൻഡ് ഹെഡിങ്സ് വിൽ ബി ബ്ലൂ. വൈറ്റ് അല്ലല്ലോ ബാക്ക്ഗ്രൗണ്ട്, വൈറ്റ് അല്ല, ബാക്ക്ഗ്രൗണ്ട് റെഡ് ആണ്. ഇതാ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആണ്, അതാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ, ബോഡി മൊത്തം ബ്ലൂ ആണ്. ഹെഡിങ്സ് വിൽ ബി വൈറ്റ്, ഹെഡിങ്സിൻ്റെ കളർ വൈറ്റ് ആണ്, ഹെഡിങ്സിൻ്റെ ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഡ് ആണ്. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ സെറ്റാവും. ഓക്കെ, ഇനി ഡാഷ് ഇസ് എ റാസ്റ്റർ ഇമേജ് സോഫ്റ്റ്വെയർ. റാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിലെടുക്കുന്നതും വെക്ടർ അല്ലാത്ത ഫോട്ടോസ്. ഇങ്ക്സ്കേപ്പ് അല്ല, ഇങ്ക്സ്കേപ്പ് വെക്ടറാണ്. ലിബ്രെ ഓഫീസ് ഡ്രോ അല്ല, കോറൽ ഡ്രോ അല്ല, ഗിംപ് അല്ലെ ജിംപ്, നിങ്ങൾ എങ്ങനെ വിളിച്ചാൽ GIMP. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് പിക്സൽസ് ഇൻ 100x30 പിക്സൽ. ഓക്കെ, അപ്പം ഇവർ ചോദിക്കുന്ന എക്സ് ആക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നേരെ കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്ത് തരാം. നിങ്ങളെല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരല്ലേ, യൂട്യൂബിൽ ഇപ്പോൾ കാണുമ്പം നിങ്ങൾ ഒന്നെങ്കിൽ ഇതെന്താണ് 1080p, ഇതെന്താണ് കളർ ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 1080pയിലായിരിക്കും നിങ്ങൾ കാണുന്നത്. 1080p എന്ന് പറയുമ്പോൾ എന്താ 1080 പിക്സലാണോ, 1080 ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഇതിന് ഉദ്ദേശം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ ഒരു പിക്സൽ ഇത് തരികയാണെങ്കിൽ വീതി ഇൻറ്റു ഹൈറ്റ്, അത് നീളം ഇൻറ്റു. അപ്പോൾ നോക്കിയേ, ഇവിടെ 1920 പിക്സൽസ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ പിക്സൽസ് ഉണ്ടാവും, അത് മൾട്ടിപ്ലൈഡ് ബൈ ഇങ്ങനെ വരിക, ഇത് 1080. ഓക്കെ, അതുകൊണ്ട് 1080p എന്ന് പറയുന്നത്. 720p എന്ന് പറയുമ്പോൾ എന്താണ്, 720p എന്ന് പറയുമ്പോൾ ഇവിടെ 1280 പിക്സലും ഇങ്ങനെ മേലേക്ക് 720, അതുകൊണ്ടാണ് 720p എന്ന് പറയുന്നത്. 4K എന്ന് പറയുമ്പോൾ എന്താ ഇത് ഭയങ്കര വലുത്, 4 ഇരട്ടി വലുപ്പം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. 4 ഇരട്ടി വലുപ്പം എന്താണ്, എൻ്റെ ഓർമ്മ ശരിയാണ്, 2160p ആണ് ഹൈറ്റ്. ഓക്കെ, ഇവിടെ 38431 എന്താ ആൻസറിന് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. 3160 നിങ്ങൾ തന്നെ നോക്കുക. 2160 ആണ് ഹൈറ്റ്, ആൻസറിന് അറിയാം. 2160p എന്നാണ് പറയുക കേട്ടോ. 3840 ആണെന്ന് തോന്നുന്നു. ആ 3840 വീതി. അപ്പം നമുക്ക് എന്താണ് ആദ്യം വരുന്ന നമ്പറാണ് വീതി, ഇതാണ് ഹൈറ്റ്. ഓക്കെ, അപ്പം എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ വീതി നോക്കിയാൽ എക്സ് ആക്സിൽ ഇതും വൈ ആക്സിൽ ഇതും, അത് പഠിച്ചല്ലോ, സെറ്റായാലോ. അപ്പം ഇതിൻ്റെ എത്ര ഇരട്ടിയാണ്, 4 ഇരട്ടിയാണിത്. ഇതിന് 4 ഇരട്ടിയാണ് 4K. അപ്പോൾ 4K എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, മനസ്സിലായല്ലോ, സെറ്റ്. അപ്പോൾ ആദ്യം വീതി ഇൻറ്റു ഉയരം. ഇനി ദ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് to create a web page is given blah 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 blah. Which of the color of the headings? അപ്പം ഹെഡിങ്ങിൻ്റെ കളർ ഏതാ, പാരഗ്രാഫിൻ്റെ കളർ പീൻ്റെ കളർ എന്താണ്, ഗ്രീൻ ആണ്. പക്ഷേ ഹെഡിങ് 1ൻ്റെ കളർ എന്താണ്, ബ്ലൂ ആണ്. അത് ശ്രദ്ധിക്കുക, അതാണ് ചോദിച്ചത്, അത് നിങ്ങൾ പഠിച്ചു. അപ്പോൾ ബ്ലൂ ആണ് ആൻസർ. വെരി ഗുഡ്. നെക്സ്റ്റ് ചോദ്യം, ഇനി വിച്ച് ഓഫ് ദ കറക്റ്റ് ഫോർമാറ്റ് ഇസ് യൂസ് ടു ഇൻക്ലൂഡ് എ ഫയൽ abc.css. ഒരു CSS നമുക്ക് എക്സ്റ്റേണലിൽ നിന്ന് ലിങ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലിങ്ക് കൊടുക്കണം. അടുത്തത് ആദ്യം തന്നെ സ്റ്റൈൽ ഷീറ്റാന്ന് പറയണം. സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ ടൈപ്പ് എന്താ, CSS അല്ലെ ടെക്സ്റ്റൈൽ. അപ്പോൾ ഇതാണ് കറക്റ്റ്, A ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ആദ്യം തന്നെ എന്താണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്, ഇതല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് സ്റ്റൈൽ ഷീറ്റാണ്, CSSൻ്റെ SSS. ഓക്കെ, അപ്പോൾ A ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ എക്സാമ്പിൾ ഫോർ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ലിബ്രെ ഓഫീസറായിട്ട് ഒരു പ്രോഗ്രാമാണ്, ഇങ്സ്കേപ്പ് ഒരു സോഫ്റ്റ്വെയർ ആണ്, ഗിംപ് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്, ജാവയാണ് ഒരു കോഡിംഗ് പ്രോഗ്രാം. നെക്സ്റ്റ്,
വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ദ ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ബ്ലാ ബ്ലൂ ബ്ലൂ. ആദ്യം നമ്മൾ എന്താണ് ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റാറിനെ പെൻ സൈസ് 10 ആക്കുന്നു, പെൻ കളർ ബ്ലൂ ആക്കുന്നു, ഫോർവേഡ്. ഫോർവേഡ് എന്ന് പറയുമ്പോൾ അതിനെ മേലേക്ക് താഴേക്ക് അല്ല പോവുക. എൻ്റെ തലേനെ മേലെ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടുന്ന് റൈറ്റിലേക്ക് പോവുക, 50 യൂണിറ്റ് റൈറ്റിലേക്ക് പോയി. ലെഫ്റ്റ് 90 എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് 90 ഡിഗ്രി തിരിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ, തിരിഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങനെ റെഡി ആയി നിൽക്കുക, പോയില്ല. ഇനി 50 യൂണിറ്റ് തന്നെ പോകുന്നു. അപ്പോൾ 50 യൂണിറ്റ് ഇങ്ങനെ വന്നു. അപ്പോൾ നോക്കിയേ ഇവിടെ തുടങ്ങി ഇങ്ങനെ പോയി. അപ്പോൾ എന്താണ് ഇയാളെ ബി ഓപ്ഷൻ വരും കേട്ടോ, ബി ഓപ്ഷൻ. മനസ്സിലായല്ലോ? അങ്ങനെയാണ് വർക്ക് ചെയ്യുക. നോക്കിയേ, ഗിവൻ ദ നെയിം ഗിവൺ ബിലോ. ഇതെന്താണ് ലിബ്രെ ഓഫീസ് ഈ ടൂളിൻ്റെ പേര് എന്താണ്? അടിച്ചു വരുന്ന ചേച്ചീൻ്റെ പേര് പറയരുത്, അതല്ല ചൂലൊന്നും പറയരുത്. എന്താണ്? ക്ലോൺ ഫോർമാറ്റിംഗ്. ഓക്കെ, ക്ലോൺ ഫോർമാറ്റിംഗ്. സ്റ്റൈൽസും അല്ല, ഇൻസേർട്ട് അല്ല, ഡെസിമൽ പ്ലേസും അല്ല. ഇതൊന്നും അല്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ ക്ലോൺ ഫോർമാറ്റിംഗ് ആണ്. ഓക്കെ, ക്ലോൺ ഫോർമാറ്റിംഗ് എന്തിനാ? സെയിം സാധനം കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്, സെയിം സ്റ്റൈലുകൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, when changing the fonts in style of the document prepared in LibreOffice Writer, which one should be changed in English font? ഇംഗ്ലീഷ് ഫോണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഫോണ്ടാണ്, ഇംഗ്ലീഷ് ഫോണ്ട്, മലയാളം ഫോണ്ട് ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ എന്താണ് വെസ്റ്റേൺ ടൈപ്പ് ഫോണ്ടാണ്. മറ്റേതെന്താണ്? അത് ചാറ്റിലിടുക, കമൻറ്റിലിടുക. എന്താണ് മലയാളം ടൈപ്പ് ഫോണ്ടിന് എന്താണ് കറക്റ്റ് പറയുക? മലയാളം ഫോണ്ട് എന്നല്ല, വേറൊരു പേരാണ്, അതെന്താണെന്ന് പറയാം. വെസ്റ്റേൺ ഫോണ്ടും ഉണ്ട്, വെസ്റ്റേൺ ടെക്സ്റ്റ് ഇംഗ്ലീഷൊക്കെ വേണ്ടിയിട്ട് എല്ലാ ഫോണ്ടിനും. മലയാളത്തിൽ എന്താണെന്ന് കമൻറ്റിലിടാം. അപ്പം JPEG PNGൻ്റെ ഫുൾ ഫോം ഇടുക, ഇതും ഇടുക. അപ്പം നിങ്ങളുടെ ടാസ്ക് ആണ് കേട്ടോ അതൊക്കെ. വിച്ച് കീ ഈസ് യൂസ് ടു എനേബിൾ ആനിമേഷൻ ഇൻ സൺക്ലോക്ക്. സൺക്ലോക്കിൽ ആനിമേഷൻ തുടങ്ങണമെങ്കിൽ, ഡേ ഇങ്ങനെ പോകണമെങ്കിൽ, രാത്രി ഇങ്ങനെ പോകണമെങ്കിൽ ഏതാണ്? കീയിൽ എൻ്റർ അല്ല, ഇയാളല്ല, ഇത് എല്ലാവർക്കും തിരിയും. ഇതല്ല കേട്ടോ, സെമി കോളനും അല്ല, അതിൻ്റെ രണ്ടിനും ഇടയ്ക്കുള്ള ഈ ഒരെണ്ണമുള്ള സിംഗിൾ അപ്പോസ്ട്രഫീൻ്റെ കീ ആണ് കേട്ടോ, അതാണ് വേണ്ടത്. ഓക്കെ, ഗിവൺ ദ ഇമേജ് ബിലോ ഇൻ ക്വാണ്ടം ജിസ്. ഓക്കെ, QGIS-ലുള്ള സോഫ്റ്റ്വെയറിലുള്ള ആഡ് ന്യൂ ലെയർ നെയിം വെൽ ടു ദ മാപ്പ്. ഒരു വെൽ ആഡ് ചെയ്യണം. അപ്പോൾ ഹൗ ക്യാൻ വി ഓപ്പൺ ദിസ് വിൻഡോ? അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയേ, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവസാനം ന്യൂ സ്പാഷ്യൽ ലെയർ, ഇതല്ല ന്യൂ സ്പാഷ്യൽ ലെയർ, ഇത് രണ്ടും അല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യണം അല്ലേ, ന്യൂ ലെയർ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം ലെയറിൽ ലെയറിൽ എന്താണ് ന്യൂ ലെയർ അല്ലേ വരിക, ലെയറിൽ ക്രിയേറ്റ് ലെയറിൽ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ വരിക കേട്ടോ. അപ്പോൾ നോക്കുക, കുറേയൊക്കെ നമുക്ക് ലോജിക്കും ബേസിക് ഐഡിയ വെച്ചിട്ട് കട്ട് ചെയ്ത് ഓഫ് ആക്കാൻ മതി. അപ്പോൾ 2 ഓപ്ഷൻ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, DHCP is a technology used for networking computer. What is a full form? ഇതിൽ കൊടുത്ത് ഡയറക്റ്റ് ഹോസ്റ്റ് കൺട്രോൾ പ്രോട്ടോക്കോൾ അല്ല. നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ DHCP ഞാൻ നിങ്ങളുടെ ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഗൂഗിളിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൈനാമിക് ഹോസ്റ്റ് കൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ ആണ്. ഇൻ കേസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ആ കറക്റ്റ് ആൻസർ എങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്തോ. പക്ഷേ DHCPൻ്റെ കറക്റ്റ് എന്ന് പറയുമ്പോൾ ഡൈനാമിക് ഹോസ്റ്റ് കൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് IP അഡ്രസ് ഒക്കെ അസൈൻ ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെയാണ്. ഓക്കെ, ഗിവൺ ബിലോ ഇസ് എൻ ഇമേജ് റിലേറ്റഡ് ടു an activity the teacher did while teaching a topic on networks. SSHൻ്റെ ഫുൾ ഫോം എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ SSH എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും കൂടി നിങ്ങൾ പറയാം. ഓക്കെ, SSH ഒരു പ്രോട്ടോക്കോളാണ്, നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോളാണ്. TCP IP ഒക്കെ പോലെ എന്താണ് ഒരു SSHും SMB ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? SSH എന്ന് പറയുമ്പോൾ ഫയൽസ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, SSH. ഓക്കെ, അത് പറഞ്ഞുതരാം, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഓരോ പ്രോട്ടോക്കോൾ ഉണ്ട്. A file containing the CSS is prepared for using multiple pages. Which of the following is the format? കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ CSS ഉപയോഗിക്കണം. നെക്സ്റ്റ്, CSS ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് വിൽ ബി ദ ഫോണ്ട് ഓഫ് ദ പാരഗ്രാഫ്? പാരഗ്രാഫിൻ്റെ ഫോണ്ട് ഏതായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ H1 ഫോണ്ട് ഫാമിലി ബിറ്റ് സ്ട്രീം ക്യാരക്ടേഴ്സ്, അത് നമുക്ക് വിഷയമല്ല. P ആണ് പാരഗ്രാഫ്, ഫോണ്ട് ഫാമിലി വെർഡാനയാണ്. അപ്പോൾ വെർഡാനയാണ് നമ്മുടെ ഫോണ്ട് സ്റ്റൈൽ. ഓക്കെ, ഓഫ് ദ പാരഗ്രാഫ്. ഹെഡിങ് ആയിരുന്നെങ്കിൽ ബിറ്റ് സ്ട്രീം ചാർട്ടർ. ഓക്കെ, what is the size of an IP address of IPv6? IPv4 എന്താണെന്ന് എല്ലാവരും ചാറ്റിലിടുക. IPv4 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക, ആൻഡ് IPv6 എത്രയാണ് വരിക? ഇത് രണ്ടും പഠിച്ചാൽ മതി. ഇപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. IPv6 എന്ന് പറയുമ്പോൾ 128 ആണ്. അതെന്താ നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. IPv4 എന്ന് പറയുമ്പോൾ 32 ബിറ്റ് കേട്ടോ. ഇത്രയും ബിറ്റ്സുകളാണ് വരിക. അപ്പോൾ നോക്കിയാൽ 128 ബിറ്റും ഇത് 32 ബിറ്റാണ് IPv4. ഒന്ന് കമൻറ്റിൽ നിങ്ങൾ അതും കൂടി ഇടുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഗിവൺ ഹിയർ ഇസ് എൻ ഇമേജ് ഓഫ് വിൻഡോ റിലേറ്റഡ് ടു പ്രിൻറ്റർ ബ്ലൂ. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. പബ്ലിഷ് ഷെയർ പ്രിൻറ്റേഴ്സ് എന്താണ്, ഇതാണ് ആൻസർ. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത ക്വസ്റ്റ്യൻ, നല്ലൊന്നുകൂടി ചെയ്യാം. വിച്ച് ടൂൾ ഇൻ ഇൻസ്കേപ്പ് ഇസ് യൂസ് ടു സെലക്ട് ഒബ്ജക്ട്സ്? സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുക? ഇത് എഡിറ്റ് നോഡ്. അപ്പോൾ നമുക്ക് ഒരു വള്ളിയോ അല്ലെങ്കിൽ ഷേപ്പിൻ്റെ ഇതൊക്കെ ഷേപ്പ് മാറ്റണമെങ്കിൽ ഇത് റെക്ടാങ്കിൾ ടൂൾ, ഇത് സർക്കിൾ ടൂൾ, ഇതാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. ആരോ കീ നെക്കുക, സെലക്ഷൻ ടൂൾ നെക്കിയിട്ട് നമുക്ക് ഓരോ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടൻറ്റ് ടൂളാണ്, ഫസ്റ്റ് ടൂളാണ്. Which of the following statement is correct regarding the pixels of 100x30? നമ്മൾ പറഞ്ഞു 100 വീതി ഉണ്ടാവും, 30 ഉയരം ഉണ്ടാവും അല്ലേ. ആൻഡ് എത്ര ടോട്ടൽ പിക്സൽസ് ഉണ്ടാവും? ടോട്ടൽ 100x30 ഉണ്ടാവും. എത്രയാണ്? 3000 പിക്സൽസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following is the
ഈസിയസ്റ്റ് വേ ടു അപ്ലൈ ഫോർമാറ്റ് ഗിവൻ ടു എ ടെക്സ്റ്റ് ടു അനദർ. അപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് നിങ്ങൾ ബോൾഡാക്കി കളർ മാറ്റി പിങ്ക് കൊടുത്തു റെഡ് കൊടുത്തു എല്ലാം കൂടി കോപ്പി ചെയ്തിട്ട് വേറെ ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ ക്ലോൺ ഫോർമാറ്റിംഗ് ചെയ്യുക. ക്ലോൺ എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യുക, ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റൈലുകൾ. ഓക്കെ, പാരഗ്രാഫ് അല്ല, ക്യാരക്ടർ അല്ല, പേജ് അല്ല, ഫോർമാറ്റിംഗ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ സ്വീപ്പ് ബട്ടൺ അറിയാലോ, അതന്നെ. The image shows a Python program to draw a square. ഒരു സ്ക്വയർ വരയ്ക്കാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. When the program once run, it's in syntax run. In syntax are expected എന്ന indented block എന്ന് ചോദിച്ചു. ഓക്കെ, which is the correct for. ഇപ്പോൾ നോക്കിയേ, from turtle import star for I in range 4 forward 100 left. എന്താ പ്രശ്നം? ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ടത് നോക്കിയേ, ഇതെല്ലാം ഒരേ ടാബിൽ വരുന്നത് അല്ലേ. ഇത് ഇങ്ങോട്ടേക്ക് ചാടിയിട്ട് ലൂപ്പിനുള്ളിലുള്ള കാര്യങ്ങൾ ടക്കുന്ന് ചാടണം അല്ലേ. നിങ്ങൾ കറക്റ്റ് ടൈപ്പ് ചെയ്യണ വരും. അപ്പം ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ചാടേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ ഉള്ളിലുള്ള നെസ്റ്റിംഗ് ഉള്ള സംഭവം അല്ല വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് തന്നെ വരണം, ഇവിടേക്ക്. അപ്പോൾ ഇതും അല്ല, ഫസ്റ്റ് രണ്ടും അല്ല. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ഫോർ I in range ഫോർവേഡ് 100 ലെഫ്റ്റ് 90 കറക്റ്റാണ്. ഇതുമല്ല, ഇതിങ്ങനെയല്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പം നമ്മൾ ആ കറക്റ്റ് ടാബിങ്ങും കറക്റ്റ് പഠിക്കണം കേട്ടോ. അപ്പോൾ ലൂപ്പിനുള്ളിൽ വരുന്നു, ലൂപ്പിന് പുറത്ത് വരുമ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു തുടങ്ങും. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ സി ആണ്. Which of the following is a DBMS, database management system, RDMS എന്നൊക്കെ പറയും. എന്താണ്? MySQL കേട്ടോ. +1 നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പഠിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ MySQL. പൈത്തൺ എന്താണ്? പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഒറാക്കിൾ വേറെയാണ്. ഇതാണ് QGIS നിങ്ങൾക്കറിയാം. ക്വാണ്ടം എന്താണ്? GIS അത് പറയാം. ഡാഷ് ഇസ് എ ഫ്രീ വെക്ടർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഇങ്ക്സ്കേപ്പ് നമ്മൾ പറയുന്നത് വെക്ടർ. അപ്പം മറ്റേ ഗിംപ് എന്തായിരുന്നു? റാസ്റ്റർ, അതും പഠിച്ചു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ബിറ്റ് മാപ്പ് ഫയൽ. ഓക്കെ, ബിറ്റ് മാപ്പ് ഇമേജ് അല്ലാത്ത എന്താണ്? ഇത് BMP എന്ന് പറഞ്ഞാൽ മനസ്സിലായി ബിറ്റ് മാച്ച് ഫയൽ ആയിരിക്കും. PNG എന്ന് പറയുമ്പോൾ എന്താണ്? റാസ്റ്റർ ആണ്. JPEG എന്ന് പറയുമ്പോൾ റാസ്റ്റർ ആണ്. SVG flower.svg ബിറ്റ് മാപ്പ് അല്ല. ബിറ്റ് മാപ്പ് അല്ല എന്ന് മനസ്സിലായല്ലോ, അത് മനസ്സിലായി. ദ ഇമേജ് ഗിവൻ ഷോസ് പൈത്തൺ പ്രോഗ്രാം സിൻടാക്സ് എറർ കാണിക്കുന്നത് എന്താണ്? ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. നോക്കട്ടെ, ഫോർ I in range കോളൻ ഇട്ടില്ല. ഇതെന്താണ്? ലൂപ്പ് തുടങ്ങുമ്പോൾ കോളൻ ഇടണം, എന്നാലേ ശരിയാവുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഈ ലൈനിലാണ് തെറ്റ്, അവിടെ എന്താണ്? അതുകൊണ്ടാണ് തെറ്റ്, അവിടെ കോളനും കൂടി വേണമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. പൈത്തൺ ഗ്രാഫിക്സ് പ്രോഗ്രാമിംഗ് ഫോർ ക്രിയേറ്റിംഗ് പാറ്റേൺസ് യൂസിങ് സ്ക്വയർ. ഹൗ മെനി സ്ക്വയർസ് വിൽ ബി ഒബ്റ്റെയിൻ വെൻ റണ്ണിങ് ദിസ് പ്രോഗ്രാം? നമുക്കൊന്ന് നോക്കാം. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ കളർ ബ്ലൂ റെഡ് ബ്ലൂ. അതെന്താണ്? ഇയാൾ ബോർഡർ ഇത് ഫില്ലാട്ടോ. ആദ്യത്തേത് ബോർഡർ, പിന്നെ ഫില്ലാണ്. പെൻ സൈസ് തന്നു, ബിഗിൻ ഫില്ല് കൊടുത്ത് ഫില്ല് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഫോർ I in range 6 6 പ്രാവശ്യം നോക്കിയേ, 6 പ്രാവശ്യം ഏത് കോഡ് റണ്ണാവുക? ഈ കോഡ് നോക്കിയേ, ഈ കോഡ് റണ്ണാവും. ഓക്കെ, അപ്പം നോക്കിയാൽ 6 പ്രാവശ്യം ഈ കോഡ് റണ്ണാവും. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, അതിൻ്റെ ഉള്ളിലൊരു നെസ്റ്റഡ് ലൂപ്പ് ഉണ്ട്. ലൂപ്പിൻ്റെ ഉള്ളിലൊരു ലൂപ്പ് എന്ന് പറയുമ്പോൾ നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ്സ് എന്ന് പറയും, നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയും. അപ്പം ഫോർവേഡ് ഞാൻ എന്താണ് 60 ഫോർവേഡ് പോയി. ഓക്കെ, 60 ഫോർവേഡ് പോയി. പിന്നെ അടുത്ത ലൂപ്പ് തുടങ്ങി 4 പ്രാവശ്യം നടക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഫോർവേഡ് 60 പോയത് വന്നു, പിന്നെ ലെഫ്റ്റിലേക്ക് 90 പോയി, ലെഫ്റ്റിലേക്ക് 90 തിരിഞ്ഞു, ഇന്ന് ഫോർവേഡ് 50 പോയി. ഓക്കെ, ഇനി വീണ്ടും ആ കുഞ്ഞു ലൂപ്പ്, ഉള്ളത്തെ ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ നെസ്റ്റിംഗ് ലൂപ്പ്, ഉള്ളത്തെ ലൂപ്പിനെ ഞാൻ ഇതാ വിളിക്കുന്നു. ഓക്കെ, ഇത് ഉള്ളത്തെ ലൂപ്പ്. അത് 4 പ്രാവശ്യം ഓരോ പ്രാവശ്യം ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണിച്ചാൽ ഏകദേശം എങ്ങനെയാണ് വരികയെന്ന്. ആൻസർ വായിക്കുന്നത് പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങളോട് ഫ്രണ്ടിലേക്ക് ഫോർവേഡ് ഇതാണ് സംഭവം, ഫോർവേഡ് 60, പിന്നെ I in range 4. ഓക്കെ, ജെൻ്റെ റേഞ്ച് ജെ ലൂപ്പാണ്. എന്താണ്? ലെഫ്റ്റിലേക്ക് 90 തിരിഞ്ഞു, ഫോർവേഡ് 50 പോയി, പിന്നെ ലെഫ്റ്റിലേക്ക് 90 തിരിഞ്ഞു 50 പോയി, പിന്നെ ലെഫ്റ്റിലേക്ക്. അപ്പോൾ ഒരു സ്ക്വയർ കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ കുഞ്ഞ് ബ്ലൂ ലൂപ്പ് ഒരു പ്രാവശ്യം കഴിഞ്ഞു. ഇനി എന്താണ്? റേഞ്ച് 2 ആയി, 2 പ്രാവശ്യം. രണ്ടാമത്തെ പ്രാവശ്യം എന്താ സംഭവിക്കുന്നത്? ഫോർവേഡ് 60 വീണ്ടും പോയി. അപ്പോൾ ഞാൻ ഇവിടെ എൻഡ് ചെയ്തു അല്ലേ, ഇവിടെയാണ് എൻഡ് ചെയ്തത്, ഇവിടെ എൻഡ് ചെയ്തു. പിന്നെന്താണ്? എനിക്ക് ചിലപ്പം ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റുണ്ടാവും, കമ്പ്യൂട്ടർ ഇടുമ്പോൾ കറക്റ്റ് കിട്ടാം. ഫോർവേഡ് 60 പോയി. അപ്പോൾ നോക്കട്ടെ. ഓക്കെ, എനിക്ക് മനസ്സിലായി എന്താ സംഭവിച്ചതെന്ന്. ആദ്യം എന്താ സംഭവിക്കുന്നത്? ഫോർവേഡ് 60 പോയി. ഓക്കെ, ഇത് 60 ആണ്. എന്നിട്ട് എന്താണ്? ഇവിടെ ആയിട്ട് വരുന്നത് ഈ സ്ക്വയർ 50 പോയി. ഓക്കെ, ഇങ്ങനെയല്ല 50 1. അപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു 1 2 3 4 വന്നു. ഓക്കെ, ഇനി വീണ്ടും എന്താണ്? ഫോർവേഡ് 60. ഞാൻ ഏകദേശം ഗസ്സാണ് കേട്ടോ ചെയ്യുന്നത്. ഫോർവേഡ് 60 ചെയ്തു. ഓക്കെ, 60 ചെയ്തു. ഇനി എന്താണ് ചെയ്യുന്നത്? ഞാൻ ലെഫ്റ്റിലേക്ക് 90 തിരിഞ്ഞു, 15 ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്തു. ഇനി അടുത്ത സ്ക്വയർ വരും. അങ്ങനെ എത്ര പ്രാവശ്യം വരും മക്കളെ? ഇത് എത്ര പ്രാവശ്യം? ഇത് ഈ ലൂപ്പാണ്, ഒരു സ്ക്വയർ വരയ്ക്കാനുള്ള. അങ്ങനത്തെ ലൂപ്പ് എത്ര പ്രാവശ്യം റൺ ചെയ്യുന്നുണ്ട്? 6 പ്രാവശ്യം. 6 പ്രാവശ്യം ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കാനും കൂടി പഠിക്കണം. ഞാൻ ചെയ്ത പെർഫെക്റ്റ് ആയിരിക്കില്ല, പക്ഷേ ലോജിക്ക് മനസ്സിലാവണം. ഓക്കെ, 6 പ്രാവശ്യമാണ് ഇങ്ങനത്തെ സ്ക്വയറുകൾ ഉണ്ടാവും. ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ 4 എണ്ണത്തിന് ലൂപ്പ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സോഫ്റ്റ്വെയർ ആസ് മെയിൽ മെർജ്? എന്താണ്? ലിബ്രെ ഓഫീസ് റൈറ്റർ. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ടിസിപ്പേഷൻ കാർഡ്സ് ആർ ബീങ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫോർ മെയിൽ മെർജിൻ്റെ. അപ്പോൾ ഈ 4 കുട്ടികളുടെ മെയിൽ മെർജ് എല്ലാം ഒരു പേജിലാക്കണം. അങ്ങനെയാണ് ഇത് സ്റ്റൈല്, റാപ്പ്, എക്സ്പേർട്ടസ് എല്ലാം ഫ്രെയിമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ. കൂടുതൽ എനിക്ക് പറയാനില്ലാത്തതുകൊണ്ട് കേട്ടോ. CSS ക്രിയേറ്റഡ് ടു വാട്ട് ഫോണ്ട് വിൽ ബി ദ ഹെഡിങ്സ്? ഹെഡിങ്ങിൻ്റെ ഫോണ്ട് ഏതാണെന്ന് ചോദിക്കുന്നത്? H1 ആണ് ഹെഡിങ്. ഹെഡിങ്ങിൽ എന്താണ്? ബിറ്റ് സ്ട്രീം ചാപ്റ്റർ ആണ്. ബിറ്റ് സ്ട്രീം ചാപ്റ്റർ. പാരഗ്രാഫ് ആണെങ്കിൽ വെർഡാന.
അത് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്? നെറ്റ്വർക്ക് കണക്റ്റഡ് ടു നെറ്റ്വർക്ക്സ് ഇൻ കമ്പ്യൂട്ടർ. ലോക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തടുത്തുള്ള നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാബ് ആവാം. ഇനി നിങ്ങളും എന്താണ് BSNL ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയാണോ? അല്ല, അതൊക്കെ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വേറെ എന്തെങ്കിലുമൊക്കെ പേരും മാൻ എന്ന് പറയും, വാൻ എന്ന് പറയുന്നൊക്കെ പറയും. ഓക്കെ, നെറ്റ്വർക്ക് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഹാവിങ് ആക്സസ് ടു ദി ഇൻ്റർനെറ്റ്. അല്ല, അത് ലോകത്തെ എല്ലാം കമ്പ്യൂട്ടറാണ്, അത് പറ്റില്ല, ലാൻ അല്ല. പിന്നെന്താണ് ഇവിടെ നോക്കിയേ, നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ ഹാവിങ് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഇൻ ദ ബാങ്ക്. അല്ലല്ല, അത് ഡിഫറെൻറ്റ് ലൊക്കേഷൻ, മാൻ ആവാം, വാൻ ആവാം, അങ്ങനെ ആവാം. നെറ്റ്വർക്ക് സെർവർ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഓൺ നെറ്റ്വർക്ക്. അല്ല, അതുമല്ല. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇതാണ് നെറ്റ്വർക്കിന് ഹോസ്പിറ്റലിൽ അടുത്തടുത്ത് വരുന്ന ഒരു ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ 2 ബിൽഡിങ്ങിലോ അടുത്തടുത്ത് വരുന്നതിലൊക്കെ ചെയ്യുന്നത്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് വയർലെസ് നെറ്റ്വർക്ക്? ഇൻഫർമേഷൻ ഇസ് ട്രാൻസ്ഫർഡ് യൂസിങ് റേഡിയോ വേവ്സ്. യെസ്. നിങ്ങൾ വിചാരിക്കുന്ന ഈ വൈഫൈ എന്ന് പറയുന്ന സാധനമല്ലേ, ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം. ഈ വൈഫൈയിൽ വരുന്ന സിഗ്നൽസും നിങ്ങൾ ഈ മൈക്രോവേവ് അവൻ എന്ന് പറയുന്ന സാധനമല്ലേ, ഓവൻ ചൂടാക്കുന്ന മൈക്രോവേവ്, മൈക്രോവേവും ഇതൊക്കെ സെയിം സാധനം തന്നെയാണ്. അത് വൈഫൈൻ്റെ മൈക്രോവേവ് വേവ്സ് കുറച്ചുകൂടി ഫ്രീക്വൻസി വ്യത്യാസമുള്ളൂ. മറ്റേ മൈക്രോവേവ് നിങ്ങളുടെ വെള്ളത്തിൽ ഭക്ഷണത്തിനുള്ളിലെ വെള്ളത്തിൽ ചൂടാക്കി തിളപ്പിക്കും, അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, സെയിം സംഭവമാണ്. റേഡിയോന് കുറച്ചുകൂടി വേവ് ലെങ്ത് കൊടുക്കുന്നു, അപ്പോൾ അതും സെയിം ആണ്. ഇനി കുറച്ചുകൂടി ഇതൊക്കെ വേവ് ലെങ്ത് ഒന്ന് മാറ്റിയാലല്ലേ നിങ്ങളുടെ കണ്ണിലടിക്കുന്ന ലൈറ്റ്, അതും ഒരു വേവാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു സെയിം സാധനമാണ്, എല്ലാം ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവാണ്, അത് കറക്റ്റാണ്. ഇൻഫർമേഷൻ ഇസ് ട്രാൻസ്ഫേർഡ് UTP അൺട്വിസ്റ്റഡ് പെയർ. അല്ല, അതെന്താണ്? RF വേവ്സോ, റേഡിയോ ഫ്രീക്വൻസി വേവ് ആയിരിക്കും നമുക്കെന്താണ്. അതല്ല, UTP കേബിൾ എന്താണ്? വയർലെസ് അല്ല, അത് വയേർഡ് നെറ്റ്വർക്കാണ്. RJ11 എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന RJ കണക്ടറാണ്. ഇതെന്താ RJ45 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന കേബിളാണ്, അതുമല്ല. അപ്പോൾ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who is the inventor of World Wide Web? World Wide Web WWW എന്ന് പറയുന്നത് WWE. ഇതാ ഞാൻ ബോയ്സിനോട് പ്രത്യേകം പറയും, ഇത് വേറെ തന്നെ സാധനമാണ്. ഒരെണ്ണം റെസ്ലിംഗ് ആണ്, ഒരെണ്ണം നമ്മുടെ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള WWW. അതാരാണ്? ടിം ബേണേഴ്സ്-ലീ. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കമാൻഡ് യൂസ് ഫോർ ഫൈൻഡിങ് ദ IP അഡ്രസ് ഓഫ് വെബ്സൈറ്റ് google.com? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാകുന്നതാണ്. ഹോസ്റ്റ് WWW എന്ന് അടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുക IP എന്ന് അടിച്ചാൽ പോരാ, അല്ല, ഹോസ്റ്റ് സ്പേസ് നമ്മുടെ വെബ്സൈറ്റ് അടിക്കണം. ഓക്കെ, which of the following statement is a database is not true? ഡേറ്റാബേസിനെ പറ്റിയിട്ട് ഒരു ട്രൂ അല്ലാത്തത്. ഡേറ്റ ക്യാൻ ബി ആഡഡ് ആസ് നീഡ്, പറ്റുമല്ലോ, അല്ലെങ്കിൽ ഡേറ്റാബേസ് ഉണ്ടാവില്ലല്ലോ. ഡേറ്റ ക്യാൻ ബി കളക്റ്റഡ് ആൻഡ് നീറ്റ്ലി സിസ്റ്റമാറ്റിക്, അതും പറ്റും, വളരെ അടിപൊളിയായിട്ട് പറ്റും. അൺനെസസറി ഡേറ്റ ക്യാൻ ബി റിമൂവ്ഡ്, അതും പറ്റും. അപ്പോൾ ഇതായിരിക്കും ഇത്രയുള്ളൂ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഏതൊക്കെ കറക്റ്റ് അറിയില്ലെങ്കിലും ഏതൊക്കെയാണ് തെറ്റെന്നറിയാലോ, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ് ഷുഡ് ബി ഡിഫൈൻഡ് ആസ് എ പ്രൈമറി കീ ഇൻ ടേബിൾ ഓഫ് ബുക്സ് ഇൻ എ ഡേറ്റാബേസ് പ്രിപ്പയർഡ് ഇൻ ലിബ്രിയോഫീസ്? നിങ്ങളുടെ ലൈബ്രറിൻ്റെ ഉള്ളിൽ കുറേ ബുക്ക് ഉണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് എക്സാംകാരുടെ കുറേ ബുക്ക് ഉണ്ടാവും, അലൻ സാർ എഴുതിയ 4-5 ബുക്ക് ഉണ്ടാവും. പിന്നെ എന്താണ്, ചാൾസ് ഡിക്കൻസിൻ്റെ ബുക്ക് ഉണ്ടാവും, ആന കെറനിന് ഒരു 10 ഉണ്ടാവും. ഒരേ ബുക്ക് മൾട്ടിപ്പിൾ കോപ്പി ഉണ്ടാവില്ലേ? ഒരേ ഓത്തറിൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടാവില്ലേ? ചേതൻ ഭഗത്തിൻ്റെ 2 സ്റ്റേജ് 10 കോപ്പി ഉണ്ടാവില്ലേ? ഒരെണ്ണം മാത്രമാണ്? അല്ല. അപ്പം നിങ്ങൾ ഏതാണ് പ്രൈമറി കീ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കൊടുക്കുക? ചേതൻ ഭഗത്തിൻ്റെ പേരാണോ? ഇല്ല, ഓത്തറിൻ്റെ പേരാണോ? ഓത്തറിൻ്റെ പേര് കൊടുത്താൽ ചേതൻ ഭഗത്തിന് 100 ബുക്ക് ഉണ്ടാവും, അതിന് 100 കോപ്പി ഉണ്ടാവും, ഫുൾ സീനാവും. ബുക്ക് നെയിം 2 സ്റ്റേറ്റ്സ് ഉള്ള ബുക്ക് വേറെ 100 കോപ്പി ഉണ്ടാവും, അതും പറ്റൂല. ബുക്ക് പ്രൈസ് 100 രൂപയുള്ള ബുക്ക് ഒരു 1000 എണ്ണം ഉണ്ടാവും. എപ്പോഴും അടിപൊളിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത ഏതാണ്? ബുക്ക് നമ്പർ, ഒരു സീരിയൽ നമ്പർ കൊടുത്താൽ മതി, സെറ്റായില്ലേ? നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് കേബിൾ എന്താണ് ഇത്? ഒരു എല്ലാം ജോഡികളാണ്, പേരുകളാണ്. എത്ര പേരുണ്ട്? 4 പേരുണ്ട്. അപ്പം ടോട്ടൽ എന്താണ്? 8 വയറുണ്ട്. 8 വയറുള്ളത് UTP ആണ്, അൺട്വിസ്റ്റഡ് പെയർ അല്ലേ? UTPൻ്റെ ഫുൾ ഫോം കൊണ്ട് കറക്റ്റ് ചാറ്റിൽ പറയാം കേട്ടോ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ? TCP/IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. SSH എന്താണ് പറയണം? SSH നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ SSHും TCP/IPയും SMBൻ്റെ ഫുൾ ഫോം പറയണം. ഓക്കെ, ഇത് സെർവർ -- ഞാൻ പറയില്ല. SSH നിങ്ങൾ പറയണം, അതേപോലെ TCP/IP കമൻറ്റ് ചെയ്യുക ഫുൾ ഫോം. ഓക്കെ, ഇത് 3 പഠിക്കണം. HTML എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, നിങ്ങളുടെ കോഡാണ് വെബ്സൈറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ലാംഗ്വേജ് ആണ്. What should be included in the beginning of a program when creating graphics? വരയ്ക്കാൻ വേണ്ടി from turtle imports are simple. What color will be filled in the circle when this is so? Fill എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആളല്ല, രണ്ടാമത്തെ ആൾ കേട്ടോ. ഇത് ബോർഡറാണ്, അത് എപ്പോഴും ഓർക്കണം കേട്ടോ, അല്ല എല്ലാവരും തെറ്റിക്കാറുള്ള സാധനമാണ്. വിച്ച് ടൂൾ ഇൻ സൺക്ലോക്ക് മെനു ഇസ് യൂസ് ടു ഡിസ്പ്ലേ ദ സ്റ്റാൻഡേർഡ് ടൈം? സ്റ്റാൻഡേർഡ് ടൈമിന് എല്ലാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഡോക്യുമെൻറ്റ് നിങ്ങൾ സൺക്ലോക്കിൻ്റെ വീഡിയോ കണ്ടില്ലേ കാണാൻ, ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൺക്ലോക്കിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചീറ്റ് കോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ S എന്ന് പറയുമ്പോൾ എന്താണ്? S എന്ന് പറയുമ്പോൾ സോളാർ ടൈം കിട്ടും. L എന്ന് പറയുമ്പോൾ എന്താണ്? ലീഗൽ ടൈം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം കിട്ടും. A എന്ന് പറയുമ്പോൾ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് N ആണ്. ഓക്കെ, N എന്തായിരുന്നു? നൈറ്റും ഡേയും തമ്മിലുള്ള വ്യത്യാസം കാണാം, ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ L ആണ് ഈ ചോദ്യം. The image given in the network DHCP marked with in red. അപ്പോൾ ഈ DHCP എന്ന് പറയുമ്പോൾ എന്താണ്? ടെക്നോളജി ദാറ്റ് ഓട്ടോമാറ്റിക്കലി അസൈൻസ് IP അഡ്രസ്. നമ്മൾ പറയും ഡൈനാമിക് ഹോസ്റ്റ് കൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഓക്കെ, അപ്പോൾ അതാണ് പഠിക്കേണ്ടത്. ഡയറക്റ്റ് കൺട്രോൾ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ല കേട്ടോ, അത് തെറ്റാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്തത്. അപ്പം ഡൈനാമിക് ഹോസ്റ്റ്
ആ ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി IP അഡ്രസ്സ് ചെയ്യുന്ന ടെക്നോളജിയാണ്. ഓക്കെ, a Python graphics tool is drawn to circles blah blah to fill with green color and output again below which following should be blah blah blue 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 blue. അപ്പോൾ ഇതേ സാധനം ഗ്രീൻ എന്താണ് ഏത് ലൈനാണ് മാറ്റേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താണ് അതിന് ഡ്രോ സർക്കിൾസ് ഇൻ ഗ്രീൻ സർക്കിൾസ് വരയ്ക്കണം, യെല്ലോ ഫിൽ ചെയ്യണം. ഏത് ലൈനാണ് മാറ്റേണ്ടത്? കളറിനെ പറ്റി സംസാരിക്കുന്ന ആകെ ഒരു ലൈനുള്ളൂ, ആ ലൈനിനെ മാറ്റാം, അത്രേ ഉള്ളൂ. ഓക്കെ, അത് ഓപ്പോസിറ്റ് ആക്കുക, ഗ്രീനും യെല്ലോ. ഓക്കെ, അടുത്തത് രണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇങ്സ്കേപ്പിൽ, ഈ ഇതും ഒരു സ്റ്റാറും വരച്ചിട്ടുണ്ട്. അപ്പം ഇത് നെക്കിയിട്ട് ഡിഫറൻസ് നെക്കി പാത്തിൽ വന്നിട്ട് ഇത് രണ്ട് നെക്കി ഡിഫറൻസ് നെക്കി. നമുക്കറിയാം പ്രാക്ടിക്കൽ ഇങ്സ്കേപ്പിന് എല്ലാം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതും ചെക്കൗട്ട് ചെയ്യുക. ഇത് രണ്ട് നെക്കിയിട്ട് നമ്മൾ ഷിഫ്റ്റ് നെക്കിയിട്ട് പാത്തിൽ വന്ന് ഡിഫറൻസ് നെക്കിയാൽ ഈ ഓട്ട ഉണ്ടാവും അല്ലേ, ചെറിയ ഷേപ്പ് വലുതിൽ നിന്ന് കുറയും. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ, ആ ഓട്ട അവിടെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്, വൈൽ ഇൻസേർട്ടിങ് എ ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻ ബ്ലാബ്ലി ബ്ലൂ ബ്ലൂ. നിങ്ങൾക്കറിയാം എന്താണ് ഒരു ടേബിൾ ഓഫ് കണ്ടൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, ഏത് ടെക്നോളജിയാണ് വേണ്ടത്? സ്റ്റൈൽ ഓഫ് ഹെഡിങ് സബ് ഹെഡിങ് വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, വെൻ ചേഞ്ചിങ് ദ ഫോണ്ട് ഇൻ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ എന്താണ് വിച്ച് വൺ ഓഫ് ദ ഫോണ്ട് ഷുഡ് ബി ചേഞ്ച് ടു ഇംഗ്ലീഷ് ഫോണ്ട്. ഇംഗ്ലീഷ് ഫോണ്ട് ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മലയാളം ഫോണ്ടിന് വേറെ ആയിരുന്നു, അതെന്താണെന്ന് ചാറ്റിൽ കമൻറ്റ് പറയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് നിങ്ങൾ ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ടെംപ്ലേറ്റ് യൂസ് ടു അവോയ്ഡ് റെപ്പിറ്റേഷൻ ഓഫ് കോഡുകൾ വീണ്ടും ഒരേ സ്റ്റൈൽ പോലത്തെ വേണ്ടാന്ന് വെക്കുന്നത് ആരായിരുന്നു ഇൻവെൻറ്റ് ചെയ്തത്? ഒരു പേര് ഓർമ്മയുണ്ടോ? വാൻ ലീ. CSS ആണ് ഇൻവെൻറ്റ് ചെയ്തത്. ഓക്കെ, കാസ്കേഡിങ് സ്റ്റൈൽ, ഇതിലെന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് വിൽ ബി ദ ഫോണ്ട് സൈസ് ഓഫ് ദ പാരഗ്രാഫ്. പാരഗ്രാഫിൻ്റെ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 24 പിക്സൽ, ഹെഡിങ്ങിൻ്റെ ഫോണ്ട് സൈസ് 30, അത് നോക്കുക. ഓക്കെ, an image is drawn to using a rectangle tool in animation called Synfig Studio. Which one of the following tools is used to give suitable color to the image? നോക്കിയേ, Synfig Studio റെക്ടാങ്കിൾ വെച്ച് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കളർ കൊടുക്കണമെങ്കിൽ ട്രാൻസ്ഫോം വലുതും ചെറുതാക്കുക, സ്മൂത്ത് മൂവ് ടൂൾ സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെക്ടാങ്കിൾ ടൂൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്, അത് കഴിഞ്ഞിട്ട് ഫിൽ ടൂളാണ് ഉപയോഗിക്കുക അതിന് ഉള്ളിൽ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉള്ള ഇംഗ്ലീഷുകാർക്ക് കമാൺ. ട്വീനിങ് ടെക്നിക്ക് ഇസ് യൂസ്. ട്വീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കാണ്, അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആനിമേഷൻ സിൻഫിഗിൽ ഉപയോഗിക്കും. അത് ഏത് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി കാരണമാണ് ഇന്റർപൊലേഷൻ. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ലൈനായിട്ട് ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് മെനു ഇൻ ദ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് ഇസ് യൂസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടേബിൾ. എവിടെ നിന്നാണ് കിട്ടിയത്? ഫയലിലാണോ വ്യൂവിലാണോ എവിടെയാ? ഇൻസേർട്ടിൽ. വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഡിവൈസ് ദാറ്റ് ചാൾസ് ബാബേജ് ട്രൈ ടു ബിൽഡ് ലേറ്റർ നോൺ ആസ് ദ ഫസ്റ്റ് ഫോം അനലിറ്റിക്കൽ എഞ്ചിൻ? ചാൾസ് ബാബേജിൻ്റെ ഫസ്റ്റ് കമ്പ്യൂട്ടർ അനലിറ്റിക്കൽ എഞ്ചിൻ. എന്തുകൊണ്ടാണ് അത് ഫസ്റ്റ് കമ്പ്യൂട്ടർ ആയിട്ട് കണ്ടിരിക്കുന്നത്? ചാൾസ് ബാബേജ് ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്ന കാരണം എന്താണ്? ഇത് മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ എല്ലാം കോൺസെപ്റ്റ്സും റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പണ്ട് തന്നെ. ഓക്കെ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ പ്രോഗ്രാം ദാറ്റ് ഇൻസ്ട്രക്ട്സ് ദ ഹാർഡ്വെയർ കമ്പോണൻറ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ ഹൗ ടു ഓപ്പറേറ്റ്? ഞാൻ പറഞ്ഞു പ്രിൻ്റർ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ CPU നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് അറിയില്ല ഇയാളോട് എങ്ങനെ സംസാരിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഡ്രൈവർ ചേട്ടൻ വരും അല്ലേ, ഈ ഭാഷ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. പ്രിൻ്റർ ആയിക്കോട്ടെ, എന്തൊരു എക്സ്റ്റേണൽ ഡിവൈസ് ആയിക്കോട്ടെ, അതിന് വേണ്ടി ഡ്രൈവറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതോടെ നമ്മുടെ ഇംഗ്ലീഷിനെ നിങ്ങൾ വന്ന മോഡൽ എക്സാമിന് വന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 70 ക്വസ്റ്റ്യൻസ്, 1-2 മിസ്സിംഗ് അല്ല റെപ്പിറ്റേഷൻ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 70 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോരാതെ ഞാൻ ബാക്കിയുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ഏകദേശം എൻ്റെ 70 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 70 MCQ ഞാൻ വേഗം ഡിസ്കസ് ചെയ്ത് പോകും. അപ്പം നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് മലയാളം മീഡിയം മാത്രം കാണുന്നവർ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി കാണുകയാണ് എൻ്റെ അഭിപ്രായം. കുറേ ക്വസ്റ്റ്യൻസ് വ്യത്യാസമുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാലും മനസ്സിലാവും ഞാൻ മലയാളത്തിലാണല്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷുകാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷുകാരും ഈ ക്വസ്റ്റ്യൻസ് കാണാൻ സോ ദാറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ നിന്നേ ചോദ്യം വരുള്ളൂ. സോ ലെറ്റ് us begin this class. ഓക്കെ, അപ്പോൾ നമ്മുടെ മലയാളത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ വേഗം ചോദ്യം പറയും, ആൻസർ പറയും, എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അതും പറയും. ഓക്കെ, നോക്കിയേ, എന്താണ് ഒരു UTP കേബിൾ എന്ന് പറയുന്നത്? UTPൻ്റെ ഫുൾ ഫോം. ഓക്കെ, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. ജോഡികളായിട്ട് ഷീൽഡ് ഇല്ലാതെ, ഇങ്ങനെ പുറമേ പ്രൊട്ടക്ഷൻ കുറേ ഇല്ലാതെ, ഷീൽഡ് ഇല്ലാത്തത്. ഓക്കെ, അത് കിട്ടിയല്ലോ. അപ്പോൾ UTPൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു എന്താണ് വെബ് പേജിന് എല്ലാം കോഡാണ്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇനി ചോദിക്കുന്നത് ഉപയോഗിക്കുന്നത് ഈ സൈറ്റിലൂടെ വെബ് പേജിൽ ഉപയോഗിക്കുമ്പോൾ അതിലെ തലക്കെട്ടുകൾക്ക് ലഭിക്കുന്ന അക്ഷരരൂപം ഏത്? തലക്കെട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവർ ചോദിക്കും ബിറ്റ്സ്ട്രീംസ്. ഹെഡിങ് 1. ഹെഡിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഫോണ്ടാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ബിറ്റ്സ്ട്രീം ചാർട്ടർ. അതേപോലെ പാരഗ്രാഫിന് ഉപയോഗിക്കുന്ന ഏതാണ്? വെർഡാനയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി ചെയ്യണം. ഓക്കെ, റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വെബ് പേജ് തയ്യാറാക്കുമ്പോൾ സൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന കോഡുകൾ ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ എപ്പോഴും സെയിം സാധനം കോപ്പി ചെയ്തിരുന്ന പകരം എന്താണ് ഉണ്ടാക്കിയത്? CSS ആരാ ഉണ്ടാക്കിയത്? അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, CSS ഉണ്ടാക്കി ഇൻവെൻറ്ററിൻ്റെ പേരും ചോദിക്കും കേട്ടോ, അത് കമൻറ്റ് ചെയ്യാം. ഇനി ഒരു നെറ്റ്വർക്കിംഗ് സ്വിച്ചും ഹബ്ബും തമ്മിൽ എന്താണ് വ്യത്യാസം? സ്വിച്ച് എന്ന് പറയുമ്പോൾ എല്ലായിടത്തേക്കും എല്ലാം ഡേറ്റ അയക്കും. ഹബ്ബ് എന്ന് പറയുമ്പോൾ ആരുടെ നിന്ന് മേടിച്ചത് എന്നിട്ട് ചോദിക്കും, നിനക്ക് അവനോടാണ് ആൻസർ പറയുന്നത്, അവന് കറക്റ്റ് ആയിരിക്കും. അതാണ് പറയുന്നത്. നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വിവരം അത് എത്തിക്കേണ്ട കമ്പ്യൂട്ടറിലേക്ക് മാത്രം അയക്കുന്നു.
സ്വിച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലായിടത്തേക്ക് എത്തിക്കാൻ നോക്കും, എന്നിട്ട് അങ്ങനെ ട്രൈ ചെയ്യുക. ഹബ്ബ് എന്ന് പറയുമ്പോൾ നീ ആൻസർ പറയും, ഇവനാണോ കൊടുക്കണം, അവനെ ഞാൻ കൊടുത്തോളാം, നീ പേടിക്കണം, അങ്ങനെ കറക്റ്റ് കൊടുത്തോളും. വേൾഡ് എൻവയറൺമെൻറ്റ് ഡേ എന്നുള്ള ഈ ടെക്സ്റ്റ് എങ്ങനെയാണ് ഈ വട്ടത്തിന് മേലേക്ക് വരുന്നത്, എങ്ങനെയാണ് പുട്ട് ഓൺ പാത്ത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിനുള്ളിൽ വന്നിട്ട് പുട്ട് ഓൺ പാത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. പാത്ത് ഡിഫറൻസ് അല്ല, പാത്ത് യൂണിയൻ അല്ല, ഒബ്ജക്റ്റ് ഗ്രൂപ്പ് അല്ല, അത് ആ പാതയിലൂടെ ഇങ്ങനെ വെക്കണം എന്നാണ് പറയുന്നത്. ലിബ്രെ ഓഫീസ് റൈറ്ററിൽ ഈ ടൂൾ എന്താണ്, ഈ അടിച്ചു വരുന്നതിൻ്റെ അത് ക്ലോൺ ഫോർമാറ്റിംഗ്. ടെക്സ്റ്റ് ഇപ്പോൾ ഞാൻ വലുതാക്കി ഹെഡിങ് കൂട്ടി സൈസ് മാറ്റി പിങ്ക് കളറാക്കി ഓറഞ്ച് അണ്ടർലൈൻ കൊടുത്തു, അത് കോപ്പി ആണെങ്കിൽ ആ സെയിം സാധനം ക്ലോൺ ഫോർമാറ്റിംഗ്. അതേപോലെ വേറെ എന്തെങ്കിലും ടൈപ്പിനെ ക്ലോൺ ഫോർമാറ്റിംഗ് ചെയ്യുക, അതിനാണ് ഈ ടൂൾ പറയുക. ഓക്കെ, ഇനി വേറൊരു ഐഡിൻ്റെ സോഫ്റ്റ്വെയർ എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് കുറേ പഠിക്കാനുള്ള ജീനി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഗിംപ് ഒരു റാസ്റ്റർ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിനിഫിക് ആനിമേഷൻ വേണ്ടിയിട്ടാണ്, ലിബ്രെ ഓഫീസ് ഇംപ്രസ് 2 അല്ല. ഓക്കെ, അപ്പോൾ ജീനിയാണ് ഐഡി സോഫ്റ്റ്വെയർ. ഓക്കെ, ഇനി സമചതുരങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പാറ്റേൺ വരയ്ക്കാൻ വേണ്ടി ഒരു കോഡാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഗ്രാഫിക്സ് അപ്പോൾ നമ്മുടെ ഇതിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ചോദിക്കുന്നത് എത്ര സമചതുരങ്ങൾ ഉണ്ടാക്കും, എത്ര സ്ക്വയറുകൾ ഉണ്ടാക്കുന്ന. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോഡ് ഞാൻ ഇംഗ്ലീഷുകാർക്ക് വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് വരിക, ആദ്യം തന്നെ ബ്ലൂ കളർ റെഡ്, ബ്ലൂ ബോർഡർ റെഡ് ഇത് ഫില്ലൊക്കെ വരും. അപ്പോൾ ഞാൻ ഏകദേശം കറക്റ്റ് കാണിച്ചു തരാം. അതിന് 2 ലൂപ്പുണ്ട്. ഓക്കെ, ഫോർ ഐ ഇൻ റേഞ്ച്. അപ്പോൾ ഇത് നോക്കിയാൽ ഇതൊരു ലൂപ്പാണ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ലൂപ്പ്, നമ്മുടെ ഫസ്റ്റ് ലൂപ്പ്. ഓക്കെ, ഈ ലൂപ്പ് 6 പ്രാവശ്യം നടക്കും അല്ലേ, എന്താ ഫോർ ഐ ഇൻ റേഞ്ച് 6 പ്രാവശ്യം നടക്കും. അതിനുള്ളിൽ വേറൊരു കുഞ്ഞു ലൂപ്പ് ഉണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. നോക്കിയേ, ഈ ലൂപ്പ് ജെ ലൂപ്പ്. ഓക്കെ, രണ്ടാമത്തെ. അപ്പോൾ ഇതിന് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ്സ് എന്ന് പറയും കേട്ടോ, നെസ്റ്റിംഗ്. അപ്പോൾ നോക്കിയേ, ആദ്യം ഞാൻ ഐ ഇൻ റേഞ്ച് 6 കൊടുക്കും. ഓക്കെ, എന്താണ് ആദ്യം 60 മുമ്പിലേക്ക് പോയി, 60 ഫോർവേഡ് പോകുമ്പോൾ പറയാം 60 പോയി. ഇനി ചോദിക്കുന്ന അടുത്ത പറയുന്നത് എന്താണ്, അടുത്ത കുഞ്ഞു ലൂപ്പ് തുടങ്ങി കേട്ടോ, 4 പ്രാവശ്യം ചെയ്യേണ്ട ലൂപ്പ് തുടങ്ങി. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. എന്നാൽ ലെഫ്റ്റ് 90 50, അപ്പോൾ 50/50/50/50 ഇതാണ് ഒരു സ്ക്വയർ വരും, സമചതുരം വരച്ചു. ഓക്കെ, ഇനി എന്താണ് വീണ്ടും പറയുന്നത്, വീണ്ടും ആ ലൂപ്പിൽ നിന്ന് പോയിട്ട് പുറത്തെ റെഡ് ലൂപ്പിലേക്ക് വന്നു. എന്താണ് ഫോർവേഡ് 60 പോയി, 60 മുമ്പിലേക്ക് പോയി. ഓക്കെ, കളർ നോക്കാൻ ഞാൻ ഏകദേശം വരയ്ക്കുന്നുള്ളൂ. ഇനി എന്താണ് പുതിയ തുടങ്ങി. ഓക്കെ, ഇതാ മുമ്പ് പോയി ലെഫ്റ്റ് പോയി കഴിയും. ഓക്കെ, അതുപോലെ എത്ര സമചതുരം ഇങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടാവും. ഇത് ഒരു സ്ക്വയർ വരയ്ക്കാനുള്ള കോഡാണ് 4 പ്രാവശ്യം തിരിയുന്നത്. ഇതാ 6 പ്രാവശ്യം അത് നടക്കും മക്കൾ, അതുകൊണ്ടാണ് കാര്യം. ഓക്കെ, നിങ്ങൾ ഇങ്ങനത്തെ പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമായിട്ടും. ഓക്കെ, നെക്സ്റ്റ് ചുവടെ തന്നിരിക്കുന്ന വെക്ടർ ഇമേജ് ഫോർമാറ്റ് ചെയ്താൽ SVG, സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ്. ബാക്കിയെല്ലാം എന്താണ്, റാസ്റ്ററാണ്. നമുക്ക് വലുതാക്കിയാൽ ക്ലാരിറ്റി കുറയുന്ന ടൈപ്പ്, ഫോണിലൊക്കെ എടുക്കുന്ന സാധാരണ ഫോട്ടോസ്. ലിബ്രെ ഓഫീസ് റൈറ്ററിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് സെയിം ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലും ഹെഡിങ്ങും എല്ലാം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണമെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടത്, ക്ലോൺ ഫോർമാറ്റിംഗ് ചെയ്യണം. ഓക്കെ, ഇതെന്താണ് ചോദിച്ചിരിക്കുന്നത്, ബിറ്റ് മാപ്പ് ചിത്രത്തിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്താണ് ബിറ്റ് മാപ്പിൻ്റെ പ്രത്യേകത, അതൊരു റാസ്റ്ററാണ്. റാസ്റ്റർ എന്ന് പറയുമ്പോൾ ക്ലാരിറ്റി കുറയും വലുതാക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ ഫോണിലൊക്കെ എടുക്കുന്നത്. വെക്ടർ എന്ന് പറയുമ്പോൾ എത്ര വലുതാക്കിയാലും ചെറുതാവില്ല, എന്താണ് ക്ലാരിറ്റി പോവില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഒരു ലൈബ്രറിക്ക് വേണ്ടിയിട്ട് ലിബ്രെ ഓഫീസ് ബേസിൽ എന്താണ് തയ്യാറാക്കുന്ന ഡേറ്റാബേസ് പെട്ടികയിൽ ഗ്രന്ഥകർത്താവിൻ്റെ ഓഥറിൻ്റെ പേര് രേഖപ്പെടുത്തുന്നു. ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫീൽഡ് ടൈപ്പ്. നിങ്ങളിപ്പം നിങ്ങളുടെ പേര് അലൻ സാറിൻ്റെ പേര് വെച്ചിട്ടൊരു ബുക്ക് എന്താണ് എൻട്രി ചെയ്യണം. അപ്പം ആ ഓഥറിൻ്റെ പേരിൽ എന്ത് ടൈപ്പ് ഫീൽഡാണ് കൊടുക്കേണ്ടത്. എൻ്റെ പേരെന്ന് പറയുന്നത് ഒരു നമ്പറാണോ, അല്ല. ഡേറ്റ് ആണോ, അല്ല. നിങ്ങളുടെ ഇമേജ് ആണോ, ലോങ് വാർ ക്യാരക്ടർ അല്ല. എന്താണ് ടെക്സ്റ്റ് ആണ്, വേരിയബിൾ ക്യാരക്ടർ അല്ലേ, എന്താണ് മാറുന്ന ക്യാരക്ടർ ടെക്സ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, വാർ ക്യാർ. ഇനി ഒരു ഡേറ്റാബേസിൽ വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്ന താഴത്തെ കൊടുത്ത ഏതിലാണ്, എന്താണ് ടേബിൾസിലാണ് നമ്മൾ എന്താണ് ഡേറ്റാബേസിൽ എന്താണ് ഡീറ്റെയിൽസ് നോക്കാം. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ വരച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു PNG ഫയൽ ലഭിക്കുന്നു. ഇതിനെ എക്സ്പോർട്ട് ജാലകത്തിൽ ഏത് സൗകര്യമാണ് ഉപയോഗിക്കുന്നത്, ഡ്രോയിങ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, സിമ്പിൾ ചോദ്യം, ഇതൊക്കെ സിമ്പിളാണ്. ചുവടെ നൽകിയിരിക്കുന്ന ലിങ്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് സാധാരണമായി ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം ഏതാ, NTFS ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം വിൻഡോസിലാണ്. FAT32 വിൻഡോസിൽ ഉപയോഗിക്കും. HPFS അല്ല, എക്സ്റ്റേണൽ EXT4 എന്നാണ് പറയുക. അതാണ് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, സാധാരണ ഉപയോഗിക്കുന്നത്. ഓക്കെ, സിൻഫിഗിൽ ഓരോ ഇമേജിന് എന്താണ് പറയുക, ഓരോ ചിത്രത്തിന് എന്താണ് പറയുക, ഒബ്ജക്റ്റുകൾ എന്നാണ് പറയുക. ഇതെന്താണ് ഈ സാധനം എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇതൊരു URL അല്ല, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL ആണ് മൊത്തമായിട്ട് പറയാം, നമ്മൾ വെബ് പേജ് എന്നാണ് പറയുക, പക്ഷേ URL ആണ് മൊത്തത്തിൻ്റെ പേര്. ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന വെബ് പേജിനെ നിർമ്മിക്കുന്ന സാധാരണമായി ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന HTML ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. CPP അല്ല, പൈത്തൺ എന്നാണ് നമുക്കറിയാം. IDE ഉപയോഗിക്കുന്നത്. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ വേറെ സോഫ്റ്റ്വെയർ തന്നെയാണ്. ചുവടെ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ നിന്ന് ഒരു ഉദാഹരണം കണ്ടെടുത്തുക. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ FreeBSD എന്താണ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ കോഡ് പോലത്തെയാണ്. ആൻഡ്രോയിഡ് എന്ന് പറയുമ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, വിൻഡോസ് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതാണ് എന്താണ് ഒരു ആപ്ലിക്കേഷൻ, ഒരു സോഫ്റ്റ്വെയർ.
ഇതാ നോക്കിയേ, സിൻഫിക് സ്റ്റുഡിയോയിൽ ഈ ബട്ടൺ എന്താണ്, ആനിമേഷൻ ഇപ്പം ഓഫാണ്, ഓൺ ആക്കാൻ ഞെക്കുന്ന ബട്ടൺ. ഓക്കെ, ആനിമേഷൻ വേണ്ടിയിട്ട് ഇത് ഞെക്കിയാൽ എന്താ സംഭവിക്കുക, ഇത് റെഡ് ആവും, എന്താണ് ചുവപ്പ് നിറമാകും, അപ്പോൾ ആനിമേഷൻ ഓൺ ആണെന്ന് കാണിക്കും. അതൊന്നും കൂടി ഞെക്കിയാൽ റെഡ് മാറ്റി ഗ്രീൻ ആവും, ആനിമേഷൻ ഓഫ് ആവും. ഓക്കെ, ഒന്നിലധികം വെബ് പേജിൽ സെയിം ഉപയോഗിക്കുന്ന സ്റ്റൈലുകൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, CSS ഉപയോഗിക്കാം, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. ആരാണ് ഇൻവെൻറ്റ് ചെയ്തത്, കമൻറ്റ് ചെയ്യുക പേര്. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ കമൻറ്റ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതെന്താണ്, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറാണ്, UTP കേബിളാണ്. 4 ജോഡി ഉണ്ട് അല്ലേ, 4 ജോഡി കേബിൾ ഉണ്ട്, 8 എണ്ണം ടോട്ടൽ ഉണ്ട്. 4 ജോഡി കേബിൾ അല്ലെ 8 കേബിൾ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Google.comന്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, നമ്മൾ വിചാരിക്കും IP ഡോട്ട് അതല്ല ചെയ്യേണ്ടത്, ഹോസ്റ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ചാപ്റ്റർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി ടെർമിനലിൽ പോയിട്ട് ഹോസ്റ്റ് സ്പേസ് വെബ്സൈറ്റ്. ഇനി എന്താണ് ചോദിക്കുന്നത്, ഈ ബാങ്കിങ്ങിന് ഉപയോഗിക്കുന്ന സുരക്ഷ എന്താണ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുക, ഈ ബാങ്കിൽ OTP ആണ് കൊടുക്കുക അല്ലേ, ഓപ്പൺ ടൈം അല്ല, 1 ടൈം പാസ്വേഡ് അല്ലേ, ഇതൊന്നുമല്ല. OTP എന്ന് പറയുമ്പം 1 ടൈം പാസ്വേഡ്, ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാമെന്ന പാസ്വേഡ്. ഇനി മോഡം എന്ന ഉപകരണത്തിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഒരു നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടർ പരസ്പരം ബന്ധപ്പെടുന്ന ഉപകരണമാണ് മോഡം. മോഡം ഇസ് എ മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. അനലോഗ് സിഗ്നൽസ് വരുന്നത് ഇതാക്കും അങ്ങനത്തെ ഒരു സംഭവമാണ്. ഓക്കെ, നിങ്ങൾ നെറ്റ്വർക്കിന് ഉപയോഗിക്കുന്ന സാധനമല്ല. വൈഫൈ നമുക്ക് തരും, നെറ്റ്വർക്ക് തരും, പക്ഷേ വേറെയാണ്. ഓക്കെ, ഡിജിറ്റൽ സിഗ്നലിലെ അനലോഗുകളും അനലോഗ് സിഗ്നൽ ഡിജിറ്റലാക്കുന്നു, അതാണ് മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ, അതാണ് മോഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്താണ് ശരിയായത്. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിൽ തമ്മിലുള്ള വിവരങ്ങൾ നിയന്ത്രിക്കുന്നത് ഉപകരണമല്ല, അത് സ്വിച്ചും ഹബ്ബും ആണ് കേട്ടോ. മോഡം എന്ന ഉപകരണം പരകരമായി എന്താണ് ഉപയോഗിക്കുന്നത്, ഒരു ഉപകരണമാണ്, ഹബ്ബ് അല്ല, അത് രണ്ടുമല്ല. സ്വിച്ചും ഹബ്ബുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം. ക്വാണ്ടം ചെസ്സിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇവർ ചോദിക്കുന്നത്, ഒരു ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എങ്ങനെ ഉണ്ടാക്കാം. ന്യൂ ഷേപ്പ് ഫയൽ ലെയർ, ഇവിടെ ടെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ, അവിടെ തന്നെ ഒരു ക്ലൂ ഉണ്ട്, ന്യൂ സ്പാഷ്യാലേഷ്യ, അതൊന്നും സ്പാഷ്യാലൈറ്റ്, അത് രണ്ടുമല്ല. ഇനി നോക്കണ്ടേ, ലെയറിൽ ന്യൂ ലെയർ ആണോ, ലെയറിൽ ക്രിയേറ്റ് ലെയർ ആണോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലെയറിൽ ക്രിയേറ്റ് ലെയർ ആണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഓക്കെ, ഒരു സമചിത്രം വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ എന്തോ ഒരു എറർ കാണിക്കുന്നു. ഓക്കെ, നമുക്ക് എറർ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, അതുകൊണ്ട് ഫോർ I ഇൻ റേഞ്ച് 4. ഒരു ലൂപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ്, ഇവിടെ ഒരു സെമി കോൾ ഉണ്ടാകും, അപ്പോൾ അതാണ് തെറ്റായ ലൈൻ. ഓക്കെ, അവിടെ കോളിനിട്ടാലേ ലൂപ്പ് തുടങ്ങാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, QGIS എന്താണ് പറയുന്നത്, നമ്മൾ സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന ലെയർ ഫയലുകളുടെ എന്താണ് എക്സ്റ്റൻഷൻ എന്താണ്, ലെയർ ഫയലുകളുടെ എക്സ്റ്റൻഷനാണ് QGIS അല്ല, അത് QGIS ഫയൽ സേവ് ചെയ്യുമ്പോഴാണ്. GGB അല്ല, PNG അല്ല, SHP ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ഉപയോഗിക്കുന്ന ഈ സൈറ്റിൽ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, ഈ സൈറ്റിൽ വെബ് പേജിൽ ഉപയോഗിക്കുന്നത് അതിന് ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ ഏത്? ഓക്കെ, നോക്കിയാൽ എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്ന കളർ, സ്റ്റൈലിൽ, ബോഡിയിൽ ബാക്ക്ഗ്രൗണ്ട്, ബോഡീൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഓറഞ്ചാണ്, ബോഡീൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓറഞ്ചാണ്. ഓക്കെ, ഹെഡിങ് വൺ മേലെ കൊടുക്കുന്ന ഹെഡിങ്ങിൻ്റെ എന്താണ്, റെഡാണ് ബാക്ക്ഗ്രൗണ്ട്, ബ്ലൂ ആണ് കളർ ടെക്സ്റ്റിൻ്റെ, പക്ഷേ ഓറഞ്ചാണ് മൊത്തത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അത് പഠിക്കണം. നെക്സ്റ്റ്, ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പൈത്തൺ പ്രോഗ്രാമാണ്. അപ്പം ഇനി നോക്കേണ്ടത് എന്താണ്, ഇത് ചോദിച്ചിരിക്കുന്നത് പ്രോഗ്രാം പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വൃത്തത്തിൻ്റെ നിറം എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് നോക്കിയാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, കളർ റെഡ് കൊടുത്തു. ഈ ആദ്യം കൊടുക്കുന്ന കളർ എന്ന് പറയുന്നത് ബോർഡർ കളർ, ഔട്ടർ കളർ, ഓക്കെ, സ്ട്രോക്ക് കളർ. ഓക്കെ, രണ്ടാമത് കൊടുക്കുന്നത് എന്താണ്, അതാണ് ഫില്ല് കളർ, ഉള്ളിലുള്ളത്. അപ്പോൾ ഉള്ളിലുള്ള ഈ കളർ ഏതാ, രണ്ടാമത് വരും. നമ്മൾ പൊതുവെ എന്താണ്, നമ്മളെപ്പോഴും ഉള്ളിൽ കൊടുക്കാനുള്ള ഇമ്പോർട്ടൻസ് ഉള്ളിൽ നിന്ന് വിചാരിക്കരുത്, തിരിച്ചാണ്. ഔട്ടർ കളർ പിന്നെയാണ് ഇന്നർ കളർ. ഇനി ഒരു വെബ് പേജ് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ HTML കോഡ് കാണുന്ന ചുവടെ കൊടുത്തിരിക്കുന്നത് ഏത് സങ്കേതം ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഏത് വെബ്സൈറ്റ് നിങ്ങളിപ്പം നിങ്ങൾ HSCAP പോയിക്കോ, അല്ലെങ്കിൽ examiner.com പോയിക്കോ, യൂട്യൂബിൽ നിങ്ങളിപ്പോൾ ഉള്ള കമ്പ്യൂട്ടറിലാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് വെക്കുക, വ്യൂ പേജ് സോഴ്സ് വെക്കുക. നിങ്ങൾ മാക് ഉപയോഗിക്കുകയാണെങ്കിൽ എന്നാൽ വ്യൂ നിൽക്കുക, ഇൻസ്പെക്ട് നിൽക്കുക, പേജ് സോഴ്സ് കിട്ടും. ഓക്കെ, അതാണ് കിട്ടുക, ഇതാണ് ചെയ്യേണ്ടത്. HTML കോഡ് മൊത്തം കിട്ടും. ഓക്കെ, ചിലത് ഹിഡൻ ആണ്, അത് കിട്ടൂല, വേറെ കാര്യം. ചുവടെ കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ ഭാഷ ഏതാണ് ഉദാഹരണം, ജാവ, ഇങ്ക്സ്കേപ്പ്, ഇതൊക്കെ സോഫ്റ്റ്വെയറുകൾ കേട്ടോ. ഇതാണ് ഓപ്പറേറ്റ് എന്താണ് ഒരു കോഡ്. ഓക്കെ, കമ്പ്യൂട്ടർ ഭാഷ ഏതാണ്. ഓക്കെ, ഇനി ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പ്രാവശ്യമാണ് ആ സ്ക്വയർ വരികയെന്ന്, 6 പ്രാവശ്യമാണ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു സ്വതന്ത്ര വെക്ടർ, ഓക്കെ, സ്വതന്ത്ര വെക്ടർ ഇമേജ് സോഫ്റ്റ്വെയർ, ഓക്കെ, ഫ്രീ ആയിട്ട് ഇടുന്ന ഏതാണ്, ഇങ്ക്സ്കേപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. താഴെ പറയുന്ന സോഫ്റ്റ്വെയറിൽ ഏതാണ് മെയിൽ മെർജ് ഉപയോഗിക്കുക, ലിബ്രെ ഓഫീസ് റൈറ്ററാണ് മെയിൽ മെർജ് ഉള്ളത്. നെക്സ്റ്റ് എന്താണ്, ഇത് വയർലെസ് നെറ്റ്വർക്കിനെ പറ്റി പറയുന്നു. ഓക്കെ, വയർലെസ് നെറ്റ്വർക്ക് എന്താണ്, വയറുകൾ ഉണ്ടാവില്ല. രണ്ടാമത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, UTP കേബിൾ ഉപയോഗിക്കുന്നത് തെറ്റാ, കേബിൾ ഉപയോഗിക്കരുത്. RJ45 എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഇൻ്റർനെറ്റിന് ഉപയോഗിക്കുന്ന കേബിളിൻ്റെ ജാക്കിൻ്റെ പേരാണ്. RJ11 എന്ന് പറയുമ്പോൾ ടെലിഫോണിന് ഉപയോഗിക്കുന്ന ജാക്കിൻ്റെ പേരാണ്. ഈ കേബിളുകളൊക്കെ എന്താണ്, ഇപ്പോൾ കേബിളിന് പകരം റേഡിയോ തരങ്ങൾ ഉപയോഗിക്കുന്നതാണ്, റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഇംഗ്ലീഷുകാരോട് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, നിങ്ങളുടെ
വൈഫൈ സിഗ്നൽ അല്ലേ, വൈഫൈ മോഡത്തിൻ്റെ സിഗ്നൽ, അതൊരു മൈക്രോവേവാണ്. നിങ്ങളെ മൈക്രോവേവ് വീട്ടിലെ മൈക്രോവേവിൽ ചൂടാക്കില്ല ചിലവരുടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവനിലുള്ള ആ വേവും ഈ വൈഫൈൻ്റെ വേവൊക്കെ സെയിം ആണ്, ചെറിയ ഫ്രീക്വൻസി വ്യത്യാസമുള്ളൂ. അലക്സാർ പഠിപ്പിച്ച ഫിസിക്സിൽ. ഓക്കെ, അതൊരു കാര്യം. അതേപോലെ നമ്മുടെ ലൈറ്റ് വരുന്നതും ഒരു വേവാണ്, അത് വേറെ ഫ്രീക്വൻസി ആണെന്നുള്ള എല്ലാം സെയിം സാധനമാണ്. അതാണ് വയർലെസ് ടെക്നോളജി, ഒരു വേവ് ആണെല്ലാം. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. മക്കളെ മറക്കരുത്. ബാക്കി എല്ലാ സബ്ജക്ട്സും ക്ലാസ് ഉണ്ട്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഫുൾ പവറിലിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ചിത്രത്തിൽ പോലെ ലഭിക്കുന്ന നിഴലും വെളിച്ചവും ഇതെല്ലാം കിട്ടുന്ന എന്ത് ചെയ്യണം? ഇങ്ക്സ്കേപ്പിൽ സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്? ഇവിടെ വൈറ്റിൽ നിന്ന് റെഡിലേക്ക് പോകുന്നു അല്ലേ, വൈറ്റിൽ നിന്ന് റെഡിലേക്ക് പോകുന്നു. പക്ഷേ ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ നോക്കിയേ, ചിലപ്പോൾ നമുക്ക് കാണാം ഇവിടെ നല്ല കട്ടിയിൽ, ഇവിടെ എത്തുമ്പോൾ കട്ടി ഇങ്ങനെ കുറയുന്നു, ഇവിടെ വൈറ്റ് അല്ലേ. അങ്ങനെയല്ല അല്ലേ, അത് ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് പറയും. ഗ്രേഡിയൻ്റാണ് ലീനിയറായി നേരെ പോകുന്നത്. ഇത് റേഡിയൽ, വട്ടത്തിൽ ചുറ്റും ഇങ്ങനെ ഫുറാന്നാണ് പോകുന്നത് അല്ലേ. അപ്പം എന്താണ് ഇതിന് നമ്മൾ വിളിക്കുക? റേഡിയൽ ഗ്രേഡിയൻ്റ് ടൂൾ. അപ്പോൾ ഇങ്ക്സ്കേപ്പിൽ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മോഡലെല്ലാം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ കിടും. ദയവ് ചെയ്ത് എക്സാമിന് മുമ്പ് ആ പ്ലേലിസ്റ്റ് കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. IPv6 പ്രകാരം നൽകുന്ന എന്താണ്? IP അഡ്രസ്സിന് എത്രയല്ല? 128 ബിറ്റ്. IPv4 32 ബിറ്റ്. നമുക്ക് ഇത് പഠിച്ചു നോക്കണം കേട്ടോ. ഇനി SSH എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, എന്താണ്? ഈ കമ്പ്യൂട്ടറിൻ്റെ ഈ IP അഡ്രസ്സിന് ഫയൽ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. SSHൻ്റെ ഫുൾ ഫോം, SMBൻ്റെ ഫുൾ ഫോം, TCP/IPൻ്റെ ഫുൾ ഫോം എല്ലാവരും കമൻസിലിടണം. ഓക്കെ, ലിബ്രെ ഓഫീസ് റൈറ്റിൽ ലഭ്യമാകുന്ന ഒരു ശീർഷകത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഉൾപ്പെടുന്ന സ്റ്റൈൽ ഏതാണ്? ഹെഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ട സ്റ്റൈൽ ഹെഡിങ് 1, ഓബ്വിയസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ലിബ്രെ ഓഫീസ് റൈറ്ററിൽ പാരഗ്രാഫിന് വേണ്ടി ഉപയോഗിക്കുന്ന പോലെ ഒരു സ്റ്റൈൽ ഏതാണ്? ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്. ഓക്കെ, നോക്കിയേ, പാരഗ്രാഫ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു സ്റ്റൈൽ. ഓക്കെ, ഗ്രാഫിക്സ് ലേബലും ഹെഡിങ് ഒക്കെ വേറെ എന്തൊക്കെയോ പേരാ. പാരഗ്രാഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബുള്ളറ്റ്സ് നമ്പറിങ്, നമുക്ക് ഇങ്ങനെ ടക്ക് 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 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പൈത്തൺ ഗ്രാഫിക്സ് പ്രോഗ്രാം പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന പാറ്റേണിൽ എത്ര വൃത്തങ്ങൾ ഉണ്ടാവും? നോക്കിയേ, ഇവിടെ ഗ്രീൻ കളറാക്കി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാറിനെ. എന്ന് നോക്കിയേ, അയൺ കളർ റേഞ്ച് 5 പ്രാവശ്യം. സർക്കിള് 50 റേഡിയസ് ഉള്ള സർക്കിൾ പോകുന്നു, മുമ്പിലേക്ക് 30 പോകുന്നു, പിന്നെ സർക്കിൾ പോകുന്നു, 30 പോകുന്നു, സർക്കിൾ പോകുന്നു, 30 സർക്കിൾ പോകുന്നു. ഇത് 5 പ്രാവശ്യം ഉണ്ടാവും കേട്ടോ, 5 പ്രാവശ്യം ഇങ്ങനെ സർക്കിൾ ഉണ്ടാവും. അടുത്തത് ലിബ്രെ ഓഫീസ് റൈറ്ററിൽ ഇതെന്താണ്? ഓക്കെ, സോഫ്റ്റ്വെയർ തയ്യാറാക്കുമ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഉൾപ്പെടുത്തുന്ന ചില പദങ്ങൾ, ശീർഷങ്ങളും ബ്ലൂ സ്റ്റൈലുകളൊക്കെ മാറ്റാൻ എന്താണ്? സ്റ്റൈലാണ് ഉപയോഗിക്കുക. ക്ലോൺ ഫോർമാറ്റിംഗ് സെയിം സാധനങ്ങൾ വീണ്ടും കോപ്പി ചെയ്യാൻ വേണ്ടി സ്റ്റൈലുകൾ ഉണ്ടാവും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൽ മെർജ് എന്തിനാണ്? സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ, ഒരു ഷീറ്റിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ്. കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്കിങ്ങിൽ ചെയ്യുന്നതിന് ആവശ്യമായ ഉപകരണം എന്താണ്? ഹബ്ബ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞു, പലതരം കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടി ഹബ്ബാണ് ഉപയോഗിക്കുക. മോഡം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജിയോന്നോ BSNL നെറ്റ് വരുന്നത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ മാറ്റി അനലോഗ് ആക്കാനോ അനലോഗ് മാറ്റി ഡിജിറ്റൽ ആക്കാനുള്ള സാധനമാണ് മോഡം. ഹബ്ബിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? വേറെ സാധനം ഉപയോഗിക്കാം, സ്വിച്ച് ഉപയോഗിക്കാം. രണ്ടും ഏകദേശം സെയിം. ഹബ്ബ് ആകുമ്പോൾ കറക്റ്റ് ആൾക്ക് അയച്ചു കൊടുക്കും, സ്വിച്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുക്കും. സിൻഫിക് സ്റ്റുഡിയോയിൽ തയ്യാറാക്കുന്ന ഓരോ ചിത്രത്തിൻ്റെയും പേരെന്താണ്? ഒബ്ജക്റ്റുകൾ. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ലിബ്രെ ഓഫീസിൽ റൈറ്റർ ഇത് എവിടെ ഉപയോഗിക്കുക? ഈ പെട്ടി എവിടെ കണ്ടിട്ടുള്ളതെന്ന് ചോദിക്കുന്നത് മെയിൽ മെർജ് ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ. മെയിൽ മെർജ് ഉപയോഗിക്കുമ്പോഴാണ് ഇത് കാണാൻ. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ മെയിൽ മെർജിൻ്റെ വീഡിയോ കാണാൻ. 5 മിനിറ്റ് ഞാൻ മെയിൽ മെർജ് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, QGIS സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന ഒരു ഭൂപട ചിത്രഫലമായിരിക്കുന്ന സങ്കേതം ചൂടെ നൽകിയിരിക്കുന്നത് ഏതാണ്? ഓക്കെ, അപ്പം ബേസിക്കലി ഇവിടെ എന്താണ്? എക്സ്പോർട്ട് ആസ് ഇമേജ് ആണ്. നിങ്ങൾക്കത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ പുറത്താക്കണമെങ്കിൽ എന്താണ്? കൺവേർട്ട് ആസ് ഇമേജ് അല്ല, ന്യൂ പ്രിൻറ്റ് കമ്പോസറിൽ ഇമ്പോർട്ട് ഇമേജ്. പുറത്താക്കണമെങ്കിൽ എന്താണ്? എക്സ്പോർട്ട് ആസ് ഇമേജ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന മാപ്പ് സോഫ്റ്റ്വെയർ നോക്കിയേ, ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, ഗൂഗിൾ മാപ്സ്, വിക്കി മാപ്പ്. ഇതിലേതാണ്? എല്ലാം കൂടി നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രീ ഓപ്പൺ സോഴ്സ് ഏതാണ്? അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത് നമ്മുടെ സൺസ്കേപ്പ്. ഓക്കെ, സൺക്ലോക്ക് മാപ്പാണ്. സൺസ്കേപ്പ് അല്ല, നമ്മൾ സൺക്ലോക്ക്. ഓക്കെ, ഇങ്ക്സ്കേപ്പിൽ സോഫ്റ്റ്വെയറിൽ ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ഈ ടൂൾ കേട്ടോ. ഈ ടൂൾ. ഇത് എഡിറ്റ് നോഡ്, ഇത് റെക്ടാങ്കിൾ, ഇത് ചതുരം, ഇത് വൃത്തം. ഓക്കെ, നെക്സ്റ്റ്. ഇങ്ക്സ്കേപ്പിലെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്ന സൗകര്യത്തിന് എന്താണ് പറയുക? ഡ്രോയിങ് എന്നാണ് പറയുക കേട്ടോ. ഇത് നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ചുവടെ നൽകിയിരിക്കുന്ന സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയുക. എന്താണ്? ഫ്രീ ആയിട്ട് കിട്ടുന്ന ഏതാണ്? വിൻഡോസ് 10. പൈസ ശരിക്കും കൊടുക്കണം. നമ്മളെല്ലാവരും ഫേക്ക് ഉപയോഗിക്കുന്നതുള്ളൂ. ഫേക്ക് അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. അതിങ്ങനെ കാണാറുണ്ട്. വിൻഡോസ് ആക്ടിവിറ്റി പറഞ്ഞാൽ iOS ആപ്പിളിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന, അല്ലാതെ പൈസ കൊടുത്ത് കിട്ടും. നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. MacOS X പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് ഫ്രീ BSD ആണ്, ഫ്രീ ആയിട്ട് ഇടുന്നത്. പേരിൽ തന്നെ ഉണ്ട്. ഒരു ഡാറ്റാബേസിൽ സംവിധാനം ക്വയറി ഭാഷയിൽ MySQL എന്നുള്ള പൂർണ്ണ രൂപം എന്താണ്? മൈ സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ്. ഓക്കെ, സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ് ആണ് SQLൻ്റെ ഫുൾ ഫോം. M എന്ന് പറയുമ്പോൾ മൈ. ഓക്കെ, MySQL.
ഇനി ഒരു ഡേറ്റാബേസിൽ എത്ര പെട്ടികൾ നിർമ്മിത എത്ര വേണം ഉണ്ടാക്കാം അല്ലേ, അനവധി, എത്ര വേണം ഉണ്ടാക്കാം, ലിമിറ്റൊന്നുമില്ല. ഓക്കെ, ഇന്ന് നോക്കിയേ, ലിബ്രെ ഓഫീസ് റൈറ്റിൽ തയ്യാറാക്കുന്ന ലെറ്റർ ODT ഫയലിൻ്റെ address.ods ഫയലിൽ നിന്ന് മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് നമുക്ക് ഉൾപ്പെടുത്തി. ഈ മെയിൽ മെർജ് ഡോക്യുമെൻറ്റ് ലഭിക്കാൻ വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത്, ഫയൽ മെനുവിൽ പോയിട്ട് പ്രിൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എക്സ്പോർട്ട് ആസ് PDF അല്ല, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ മെയിൽ മെർജ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആ മെയിൽ മെർജിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. ഫയൽ നോക്കിയിട്ട് പ്രിൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വിവരങ്ങൾ കൃത്യമായി സുരക്ഷിതമായി ഡേറ്റാബേസിൽ ഉൾപ്പെടുത്താനുള്ള സങ്കേതം ഏത് രീതിയിൽ കൂടിയാണ്, ഫോർമിൽ കൂടിയാണ് നമ്മൾ എൻട്രി ചെയ്യുക ഡേറ്റ. ഓക്കെ, ഒരു ഡേറ്റാബേസിൽ സംവിധാനം ക്വയറി ഭാഷയുടെ MySQL പൂർണ്ണരൂപം നമ്മൾ MySQL ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡേറ്റാബേസിൽ ഓരോ റെക്കോർഡുകളും തിരിച്ചറിയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്, ഫീൽഡ് ടൈപ്പിൽ. ഓക്കെ, ഫീൽഡ് ടൈപ്പിലാണ് ഒരു ഡേറ്റാബേസിൽ ഓരോ റെക്കോർഡുകളും തിരിച്ചറിയുന്നത്. ഓക്കെ, ഇതെല്ലാം തെറ്റാണല്ലോ. ഓരോ ഡേറ്റാബേസിലും ഓരോ റെക്കോർഡുകളും തിരിച്ചറിയാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഉപയോഗിക്കുന്ന അടിസ്ഥാനം ഏതാണ്, ഫീൽഡ് അല്ല, ഫീൽഡ് ടൈപ്പ് അല്ല, ഡേറ്റ അല്ല, പ്രൈമറി കീ ആണ്. പ്രൈമറി കീ നമ്മൾ ചേട്ടൻ ഭഗത്തിൻ്റെയും ബുക്കിൻ്റെയും ലൈബ്രറീൻ്റെ കഥ പറഞ്ഞപ്പോൾ നമ്മളെ ബുക്ക് നമ്പറാണ് പ്രൈമറി കീ അടിച്ച്. ഇതാണ് കേട്ടോ കറക്റ്റ് ആൻസർ, തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ്, ചുവടെ നൽകിയിരിക്കുന്ന വേറബിൾ ഡിവൈസ്, ഞാൻ എന്താണ് കുറച്ചിങ്ങനെ ആലോചിച്ചു. വേറബിൾ ഡിവൈസ് ഉദാഹരണം ഏതാണ്, റിസ്റ്റ് ബാൻഡാണ്. മോഡം നിങ്ങൾക്ക് ഇട്ട് നടക്കാൻ പറ്റില്ല. വേറെ കാര്യം, ഹാർഡ് ഡിസ്ക് പറ്റില്ല, ഡെസ്ക്ടോപ്പും പറ്റില്ല. ഡെസ്ക്ടോപ്പ് എന്ന് പറയുമ്പോൾ ഡെസ്കിൽ വെക്കാനുള്ള മുകളിൽ വെക്കാനുള്ള സാധനമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് വിവിധ രീതിയിൽ ബ്ലോക്കുകളാക്കി പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ ഫോർമാറ്റിംഗ് ആണ് ചെയ്യുക. അത് വളരെ സിമ്പിളാണ്. ഇനി എന്താ, L നെക്കിയാൽ എന്താണ്, ലീഗൽ ടൈം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ സ്റ്റാൻഡേർഡ് ടൈം കിട്ടും. S നെക്കിയാൽ നിങ്ങൾക്ക് ഓരോന്ന് കിട്ടും. ഇത് ഞാൻ നിങ്ങളുടെ സൺക്ലോക്ക് വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അത് കാണുക എല്ലാവരും. നെക്സ്റ്റ്, സിൻഫിക്സ് സ്റ്റുഡിയോ ട്വീനിങ് എന്താണ്, ട്വീനിങ് സങ്കേതം വഴി ആനിമേഷൻ നോക്കി ആനിമേഷൻ പൂർത്തീകരിക്കാൻ നൽകുന്ന ഫ്രെയിമുകളുടെ ആദ്യ ഫ്രെയിമിനും അവസാനം ഫ്രെയിമിനും നമ്മളെന്താണ്, കീ ഫ്രെയിം കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് ഇവിടെ പക്ഷി, ഇവിടെ അവസാനത്തെ കീ ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മളെന്താണ്, പക്ഷി അവിടെ എന്ന് പറയും. അപ്പം ആ ഫ്രെയിമിൽ ഇതിൻ്റെ കീ പൊസിഷൻസ് അല്ലെങ്കിൽ കീ ഡേറ്റ് ആണ് കളക്ട് ചെയ്യുന്നത്. അതാണ് കീ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, സിൻഫിക്സ് സ്റ്റുഡിയോയിൽ നമുക്ക് എന്താ റെക്ടാങ്കിൾ ടൂൾ ഉണ്ടാക്കി, റെക്ടാങ്കിൾ ചതുരം ഉണ്ടാക്കി, ചതുരത്തിനുള്ളിൽ കളർ കൊടുക്കണമെങ്കിൽ ഫിൽ ടൂൾ വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുള്ളൂ. ക്വാണ്ടം ജിസിൽ QGIS സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന ഒരു വിഭവ ഭൂപടത്തിൽ, ഞാൻ മലയാളം കുറച്ച് കഷ്ടമാണ്, അപ്പോൾ എന്നെ ക്ഷമിക്കണം. നദികൾക്ക് ഓക്കെ എന്താണ് റിവേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് സോഫ്റ്റ്വെയർ ഏതാണ് ഉപയോഗിക്കുക, പോയിൻ്റ് ആണ്. പോയിൻ്റ് അല്ല, അത് നിങ്ങൾ എന്താണ് ഓരോ സാധനത്തെ സ്കൂളിനൊക്കെയാണ് ഉപയോഗിക്കുക. പോളിഗൺ അല്ല, അതൊരു സ്ഥലം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിവറിന് നമുക്ക് വരയാണ് ഉപയോഗിക്കുക, ലൈൻ ടൂളാണ് ഉപയോഗിക്കുക കേട്ടോ, ലൈൻ ടൂളാണ്. ഇനി ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട HTTP എന്നതിൻ്റെ HTTP എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഓക്കെ, HTML ട്രാൻസ്ഫോർമേഷൻ അല്ല, ഇതുമല്ല, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്മിഷൻ പ്രോട്ടോക്കോളാണോ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണോ? അപ്പോൾ നമുക്ക് അതിപ്പോൾ തന്നെ ചെക്ക് ചെയ്യാം, നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ HTTP എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വെബ്സൈറ്റ്, HTTPS ഉണ്ട്, S എന്ന് പറയുമ്പോൾ സെക്യൂർ ആണ്. HTTP ഫുൾ ഫോം നിങ്ങൾ അടിച്ചു കേട്ട് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ട്രാൻസ്മിഷൻ അവിടെ DHCP ഉപയോഗിക്കുക, DHCP. ഓക്കെ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. DHCP വേറെ TCP/IP. ഓക്കെ, TCP/IPൻ്റെ ഫുൾ ഫോം ചാറ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. TCPൻ്റെ T എന്താണ്, ട്രാൻസ്മിഷനാണ്. ഇവിടെ വേറെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, കമ്പ്യൂട്ടറിൽ സുരക്ഷിതമായിട്ട് എന്താണ് സൂക്ഷിച്ചടുത്തുള്ള ഒരു ചിത്രം. ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരിക, നിങ്ങൾക്ക് ഒന്നുകിൽ വലിച്ചിടാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ഫയലിൽ ഇമ്പോർട്ട് കേട്ടോ, ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഇമ്പോർട്ടാണ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇവിടെ നോക്കിയാൽ ഒരു വെബ് പേജ് തയ്യാറാക്കുമ്പോൾ കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ സൈറ്റിലെ വെബ് പേജിൽ ഉപയോഗിക്കുമ്പോൾ അതിലെ പാരഗ്രാഫിന് ലഭിക്കുന്ന അക്ഷരരൂപം എത്രയാണ്, പാരഗ്രാഫിൻ്റെ ഫോണ്ട് സൈസ് എത്രയാണ്, 24 പിക്സലാണ്. ഓക്കെ, ഹെഡിങ്ങിൻ്റെത് 30 പിക്സലാണ്. നെക്സ്റ്റ് ചോദ്യം, ലിങ്ക്. ഓക്കെ, GNU അല്ലെ ലിനക്സിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അടിസ്ഥാനമായി ലിനക്സ് കെർണൽ വികസിപ്പിച്ചത് ആരാണ് ലിനക്സ് ഇത് വികസിപ്പിച്ചത്? ലിനക്സ് ടോർവാൾഡ്സ്. ഞാൻ മലയാളം വായിക്കുമ്പോൾ നല്ല കോമഡി ആണെന്ന് മനസ്സിലായി. അപ്പോൾ ലിനക്സ് ടോർവാൾഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ലൈനസ് ഇംഗ്ലീഷിൽ ലൈനസ് എന്ന് പറയാം, ലിനസ് എന്നും പറയും. അപ്പോൾ അതെന്നാണ് ടോർവാൾഡ്സ്. ഓക്കെ, അപ്പോൾ പേരും പഠിക്കണം. ഇനി നെക്സ്റ്റ്. ഓക്കെ, കഴിഞ്ഞോ? അത്രയും ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ മലയാളത്തിലും ഏകദേശം 70 ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും 70 ചോദ്യത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി ഇത് വളരെ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ അവസാനം വരെ നിങ്ങൾ എത്തിയില്ലെങ്കിൽ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ മലയാളം മീഡിയംകാർക്ക് എന്നെ ക്ഷമ ചോദിക്കുകയാണ്. മലയാളം അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല, പക്ഷേ നിങ്ങളെല്ലാം ക്വസ്റ്റ്യൻസ് പഠിക്കുക, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുള്ളൂ. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കരുത്. എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റിനും ക്ലാസ്സും നടക്കാറുണ്ട് ഈ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ കേരളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫാമിലി ആക്കാൻ നോക്കുക, നമ്മൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാ SSLC കുട്ടിയും
എല്ലാ സബ്ജക്റ്റും ഫുൾ മാർക്ക് മേടിക്കണം. അതാണ് എക്സാമിനറുടെ കൂടെ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.